ആ വിശുദ്ധമായ റമളാൻ ആർക്കു വേണ്ടി പ്രയോജനം ചെയ്തോ? ആരാണോ പരമാവധി ആ റമളാനിനെ സ്വീകരിച്ചത്? സഹോദര, എല്ലാവിധ നന്മകളുടെയും വാഗ്ദാനമായി കടന്നു വന്ന വിശുദ്ധ റമളാൻ ഒരു നന്മയ്ക്ക് 70,000 വരെ പ്രതിഫലം നൽകുന്ന, ഒരു ഫർദിന് 70,000 ഫർദിന്റെ പ്രതിഫലം നൽകുന്ന, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും മനോഹരമായ പ്രതിഫലങ്ങളുടെ പെരുമഴയുമായി വന്ന എന്റെ ജീവിതത്തിന്റെ കരിവീണ പ്രതലങ്ങളിലോട്ട് കടന്നു വന്ന അതിഥിയെ വിശുദ്ധ റമളാൻ, പുണ്യങ്ങളുടെ ഭൂക്കാരമായി കടന്നു വന്ന റമളാനെ പാപഭംഗിരമായ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ മായിച്ച് നന്മകളുടെ ധവളപ്രകാശത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കടന്നു വന്ന എന്റെ ആത്മാവിന്റെ അതിഥിയെ റമളാൻ, പുണ്യങ്ങളുടെ ഭൂക്കാരമേ റമളാൻ, കരകാണാ കടല് പോലെ കരകവിഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾ ലക്ഷോപലക്ഷങ്ങൾക്ക് വർഷിച്ച വിശുദ്ധമായ അതിഥിയെ റമളാൻ, ലൈലത്തുൽ ഖദർ എന്ന മഹാഭാഗ്യവുമായി മാനവ ജനതയ്ക്ക് പരലോക സുഹൃതത്തിന് പ്രേരണ നൽകിയ അതിഥിയെ റമളാൻ, പാതിരാവിലെ തറാവീഹിന്റെ മധുരത്തിലൂടെ എന്റെ ആത്മാവിന് വിരുന്നൊരുക്കിയ റമളാൻ കടന്നു പോവുകയാണോ? ഇനി ലോകത്ത് തിരിച്ചു വരുമോ? ആർക്കറിയാം? ഒരു റമളാൻ കൂടി വരുമ്പോൾ ഈ ഭൂലോകത്ത് നമ്മൾ ഉണ്ടാകുമോ? അതല്ല പള്ളിക്കാട്ടിലെ മൈനാഞ്ചി ചെടിയുടെ ചോട്ടിൽ ഈ ജീവിതത്തിന്റെ സ്പന്ദനം അവസാനിക്കുമോ? 6 അടി മണ്ണിലേക്ക് ജീവിതം കടന്നു പോയിട്ടുണ്ടാകുമോ? ഇനി ഒരു തറാവീഹ് കൂടി നിസ്കരിക്കാൻ എന്റെ കാൽപ്പാദങ്ങൾ നിൽക്കുമോ? അതല്ല അടുത്ത റമളാൻ വരുമ്പോ പള്ളിക്കാട്ടിലെ പുഴുക്കൾ എന്റെ കാൽമുട്ടിന്റെ അസ്ഥികൾ കാർന്നു തന്നിട്ടുണ്ടാകുമോ? അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ കാണാൻ ഈ കണ്ണുകളിൽ ബാക്കിയുണ്ടാകുമോ? അതല്ല അടുത്ത റമളാൻ വരുമ്പോ എന്റെ ഈ മനോഹരമായ കൃഷ്ണമണികൾ പള്ളിക്കാട്ടിലെ മണ്ണിലോട്ട് ചേർന്നിട്ടുണ്ടാകുമോ? അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തേ നിനക്കുള്ള നയനമരണ്ട്, ഉടനെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഒരു മനുഷ്യൻ ഖബറിലേക്ക് അടക്കപ്പെട്ടാൽ ആദ്യം അവന്റെ ശരീരത്തിൽ നിന്ന് അഴുകി വീഴുന്നത് അവന്റെ കണ്ണാണ്, കണ്ണാണ്, കണ്ണാണ്. പാപങ്ങൾ കണ്ട കണ്ണേ, പാപങ്ങളിലേക്ക് ആകർഷിച്ച കണ്ണേ, എല്ലാവിധ തിന്മകളും എന്റെ ഹൃദയത്തിലേക്ക് പകർന്നു തന്ന കാഴ്ചയുടെ ഉറവിടമേ, ആദ്യമായി ഈ മണ്ണിലേക്ക് പോയാൽ അടുകുന്നത് നിന്റെ മനോഹരമായ കണ്ണുകളാണ്, സുറുമയിട്ട കണ്ണുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഈ അവസാനത്തെ ദിവസങ്ങളിൽ മനസ്സ് പടയണം, കൽബുരുകണം. ഇനിയൊരു റമളാൻ കൂടി എനിക്ക് വരുമോ? അതുകൊണ്ട് ഇനിയുള്ള രാത്രികളിൽ അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദന അലൈനാ. അല്ലാഹുവേ, 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 اللهم اجعل هذا الشهر الشريف شاهدا لنا. ഈ അനുഗ്രഹീതമായ റമളാനിനെ നാളെ പരലോകത്തെത്തുമ്പോ ഷാഹിദൻ ലനാ, എനിക്ക് നീ അനുകൂലമായി സാക്ഷി നിർത്തണമേ. ലാ ഷാഹിദൻ അലൈനാ, ഞങ്ങൾക്കെതിരെ റമളാൻ സാക്ഷി നിൽക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം പരമാവധി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള 2 രാത്രികളിൽ ചെയ്യേണ്ടത് ഒന്നാമത്തേത് റമളാൻ വിട പറയുമ്പോ റമളാനെ നീ എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണേ എന്ന് അല്ലാഹുവിനോട് കരളുരുകി ദുആ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? ബഹുമാനപ്പെട്ട ബീബി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മയായ ഉമ്മുനാ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഏത് ദുആ
ധരിപ്പിക്കേണ്ടത് നബിയെ. റമളാന്റെ അവസാനത്തെ പത്തായി, ലൈലത്തുൽ ഖദറിന്റെ രാവുകളായി. ആ അങ്ങകലം മദീനയിൽ പട്ടിണി കിടന്ന ഒരു വീട്ടിലെ കുടിലിൽ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മനസ്സിന്റെ വേവലാതി ഏതെന്നറിയോ? ആവലാതിയും വേവലാതിയും വിഭ്രാന്തിയും പരവേശവും കണ്ണുനീരും അത് സഹിക്കാൻ കഴിയാതെ ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു ഉത്കണ്ഠയുടെ ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, നബിയേ, റമളാന്റെ അവസാനത്തെ പത്തെത്തിയാൽ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവെത്തിയാൽ എന്താണ് ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവിനോടാണ് ചോദ്യം. റമളാന്റെ അവസാനത്തെ പത്തെത്തിയാൽ ഒരു സ്ത്രീക്ക് ബേജാറ്. നിങ്ങൾക്ക് ഉണ്ടാവും എന്താ ബേജാറ്? റമളാന്റെ അവസാനത്തെ പത്തെത്തിയ ഭർത്താവിനെ വിളിച്ചിട്ട് ഉടുപ്പെടുത്ത, മുണ്ടെടുത്ത, കുട്ടിക്ക് ഫ്രോക്ക് എടുത്തു, അതിനെ പറ്റിയ വളയെടുത്ത. നമ്മുടെ ആകെ ഇപ്പൊ ഏതാണ്ടൊക്കെ നമ്മുടെ മനസ്സതി കെട്ടിക്കിടക്കാണ്. ഇത് തീർന്നിട്ട് നേരെ വേണം കുപ്പായ എടുക്കാൻ പോവാൻ. കുപ്പായ പെണ്ണുങ്ങൾക്ക് ആകെ ബേജാറ്, ഇതെല്ലാം എടുക്കണം, എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ബഹളമാണ്. ആണുങ്ങൾക്ക് എന്താ ബേജാറ്? റമളാന്റെ അവസാനത്തെ പത്തെത്തി 2 ദിവസവും കൂടെ കഴിഞ്ഞിട്ട് വേണം അൽഹംദുലില്ലാ ആടുജീവിതം കാണാൻ. റമളാനായോണ്ട് ജീവിക്കാൻ. പിന്നെ തറാവി കഴിഞ്ഞിട്ട് ഇത് സൗദി അറേബ്യയിൽ വെച്ചുണ്ടാക്കിയതായതുകൊണ്ട് സുന്നത്താന്ന് കണ്ട് കാണാൻ പോയവരുണ്ട്. ഇപ്പൊ ഇവിടെയല്ല, അവിടെ ആയതുകൊണ്ട്. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഇതൊക്കെ കഥയാണ്. ഇതൊക്കെ കഥയാണ്. ഇതൊരു റൊമാൻറ്റിക് ഭാവനയാണ്. നജീബിന്റെ കഥ ഉദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ ജീവിതവുമായി സിനിമയിലെ പല ഭാഗത്തിനും ബന്ധമില്ലെന്ന് നായകൻ തന്നെ പറഞ്ഞ കഥ അല്ലേ? ആടുജീവിതത്തിൽ ബെന്യാമീൻ പറഞ്ഞത് ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ലെന്ന്. യഥാർത്ഥത്തിൽ എന്തായാലും ആ റൊമാൻറ്റിക് ഭാവന മുഴുവനും പൂർണ്ണമായി സത്യമല്ല എന്നതിനെ കുറിച്ചുള്ള ചർച്ച വിദഗ്ധർ നടക്കുമ്പോ ഞാൻ ഈ പറയുന്നത് മുഴുവനും നമ്മുടെ വേവലാതി 100% സത്യമായ ഒരു കാര്യത്തെ കുറിച്ചാവണം. നമ്മുടെ വേവലാതി എന്തിനെ കുറിച്ചാ? 100% സത്യമാണിത്. നബിയെ, സന്ദേഹപ്പെടുന്നവരോട്, സംശയമുള്ളവരോട് പറഞ്ഞേക്കുക, ലോകാവസാനവും പരലോകവും ആത്തിയത്തുന്നത് വരിക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ സംശയങ്ങളില്ല. അതിനെ സംവിധാനിച്ചവന് സംശയമില്ല, അതിന്റെ ഡയറക്ടർക്ക് സംശയമില്ല, അതിന്റെ ആക്ടർക്കും സംശയങ്ങളില്ല. യാതൊരുവിധ സംശയങ്ങളില്ലാത്ത സത്യമായ കഥാതന്തുക്കളല്ല, സങ്കല്പങ്ങളല്ല, ഭാവനകളല്ല. യാതൊരുവിധ സംശയങ്ങളില്ലാത്ത, തർക്ക വിതർക്കങ്ങളില്ലാത്ത, ഖണ്ഡന മണ്ഡനങ്ങളില്ലാത്ത ഒരു രാജലോകത്തെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടാത്തതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, റമളാന്റെ അവസാനത്തെ പത്തായാൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഫഖൂലി, നീ പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീയാണ് മാപ്പ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്. ഇന്നക അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവരാണ്. ഫഅഫു അന്നി, എന്റെ തെറ്റുകൾ മാപ്പാക്കണേ റബ്ബേ, എന്റെ പാപങ്ങൾ മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, സർവ്വ പാപങ്ങളും പുറത്തു മാപ്പാക്കി നീ എന്റെ കൽബിനെ ശുദ്ധീകരിക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, സഹോദര സഹോദരി, മുഅ്മിനേ മുഅ്മിനത്തെ, ഇനിയുള്ള രാത്രികളിൽ ഈ ദുആ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. മൂന്നാമത്തെ കാര്യം, വബ്കി അലാ ഖതീയതിക, നിന്റെ പാപങ്ങൾ ഓർത്തിട്ട് കരയുക. 3 പാപങ്ങളോർത്ത് കരയുക. വബ്കി അലാ ഖതീയതിക, നീ ചെയ്തു പോയ പാപങ്ങളോർത്ത് കരയുക. 1, റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ.
ദുആ ചെയ്യുക. രണ്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ വർദ്ധിപ്പിക്കുക. രാവും പകലും വർദ്ധിപ്പിക്കുക. 3 വബ്കി അലാ ഖതിയതിക നിന്റെ പാപങ്ങളെ ഓർത്തിട്ട് കരയുക. ഓർത്താ പോരെ, പിന്നെ കരയുന്നതിന്? ഓർത്താൽ പോരെ, പിന്നെ കരയണതെന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഓർത്താൽ പോരെ. ചില ആളുകൾ പറയും മനസ്സിലിങ്ങനെ ഓർത്താൽ പോരെ, പിന്നെ ആളുകളെ കാണാൻ കരയുന്നതിന്? മനസ്സിൽ സ്മരിച്ചാൽ പോരെ. നമ്മുടെ ഈ നാടുകളിൽ ധാരാളം തരീഖത്തുകളുണ്ട്. സർവ്വ വരാമുസീബത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ചില തരീഖത്തുകളുണ്ട്, അപകടകരമായ തരീഖത്തുകളുണ്ട്. അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ പുറകെ പോകാവൂ. ഇല്ലെങ്കിൽ അരുണാചലിൽ പോയി ആത്മഹത്യ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളുണ്ടോ? എനിക്കിത് പറയാൻ മടിയൊന്നുള്ള ഒരാളൊന്നുമല്ല. തരീഖത്തുകളുണ്ട്, യഥാർത്ഥ തരീഖത്തുകളുണ്ട്, അതിന്റെ ശേഖന്മാരുണ്ട്. അവരെയൊക്കെ മനസ്സിലാക്കാതെ ലോകത്ത് കാണുന്ന സർവ്വ യൂട്യൂബിലും ഗൂഗിളിലും ചർച്ച ചെയ്തിട്ട് അതെല്ലാം കണ്ടിട്ട് അതിന്റെ പുറകെ പോയാൽ അരുണാചലിൽ പോയി ആത്മഹത്യ ചെയ്തതിന് ബ്ലാക്ക് മാജിക് എന്നാണ് പേരെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അറബി പേരുണ്ടാവുന്നുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. മനുഷ്യന്മാരെ, ഒരു ടെക്കിയായ ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചവൻ എന്നെ കാണാൻ ഹംദാൻ ഫൗണ്ടേഷനിൽ വന്നു. കണ്ടിട്ട് അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ധാരാളം തെറ്റ് ചെയ്ത ആളാണ്, നല്ല സാലറി, IT കമ്പനിയിൽ നല്ല സാലറി വാങ്ങിക്കുന്നവനാണ്, ദുബൈയിലാണ്. അവസാനം അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് ആഖിറത്ത് മാത്രം മതി. ഞാൻ പറഞ്ഞു, ഏതായാലും ഒരു കുട്ടി നന്നായല്ലോ പടച്ചോനെ, അവൻ കഴിച്ചിലായി കിട്ടിയല്ലോ. അവസാനാണ് പറഞ്ഞത്, ഉസ്താദേ എനിക്ക് ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, കുടുംബം വേണ്ട, വീട് വേണ്ട. എനിക്ക് ഏതെങ്കിലും ഒരു മലയിൽ പോയിട്ട് ആളുകളുടെ കൂടെ പോയി, ആരും ഇല്ലാത്തടുത്ത് പോയി എനിക്ക് ഇബാദത്ത് ചെയ്യണം. അങ്ങനെ പച്ച ഏതെങ്കിലും മലയുണ്ടോ? ആരും വരാത്ത മല. അപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. അവന്റെ പുറകെ നിർത്തി ഞാൻ ചരിച്ച ഞാൻ ഇങ്ങനെ നോക്കി, എവിടെ നിന്നാണ് മോനെ നിനക്ക് ഇത് കിട്ടിയത്? അപ്പോഴാണ് യൂട്യൂബിൽ ഏതോ എവിടെയോ പാരീസിലോ ജർമ്മനിയോ ഉള്ള ഒരാളെ ഫോളോ ചെയ്യുകയാണ് ഇയാൾ. അയാൾ വലിയ ആത്മീയ നേതാവാണ്. പക്ഷെ ആളുകളോട് പറയുന്നത് ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, കുടുംബം വേണ്ട. എല്ലാവരും ഏതെങ്കിലും ആടിനെയും പിടിച്ചുകൊണ്ട് മലയടിവിലേക്ക് പോയിക്കോളൂ. ഈ രീതിയിൽ ചെറുപ്പക്കാരുടെ ചിന്താഗതികളെ സ്വാധീനിക്കുന്ന അപകടകരമായ ഓരോന്നും നമ്മുടെ യൂട്യൂബുകളിലുണ്ട്. പോയി തബാക്കു നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണേ. നിങ്ങൾക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണേ. അതുകൊണ്ട് സഹോദര, പാപങ്ങളോത്ത് കരഞ്ഞാല് 2 ഗുണമാണ്. ഒന്ന്, ഇല കൊടിയുന്നത് പോലെ പാപങ്ങളായി നിന്ന് കൊടിഞ്ഞു പോകും. രണ്ടാമത്തെ ഏതെന്നറിയോ? ഈ റമദാന്റെ അവസാനത്തെ 10 അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10 ഐനാനി, 2 കണ്ണുകൾ നരകത്തിന്റെ തീയലിനെ തൊടുക പോലുമില്ല. 2 കണ്ണുകൾ. ആ കണ്ണുകളെ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീ ആ കണ്ണുകളെ തൊടില്ല. ആ കണ്ണുകളെ ഏതെന്നറിയോ? ഐനുൽ ബക്കത്തു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണുകൾ, അല്ലാഹുവിനെ ഭയന്നിട്ട് കരഞ്ഞ കണ്ണുകൾ, പടച്ചവന്റെ പരലോകത്ത് കിട്ടുന്ന ശിക്ഷകൾ ഓർത്തിട്ട് കരയുന്ന കണ്ണുകളുണ്ടല്ലോ. നമ്മൾ വല്ലാതെ കരഞ്ഞവരല്ലേ? മക്കളെ ഓർത്ത് കരഞ്ഞിട്ടില്ലേ? മാതാപിതാക്കളെ ഓർത്ത് കരഞ്ഞിട്ടില്ലേ? കടബാധ്യത ഓർത്ത് കരഞ്ഞിട്ടില്ലേ? മാരകമായ രോഗം വന്നപ്പോ കരഞ്ഞിട്ടില്ലേ? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമുകൾ തോറ്റപ്പോ കരഞ്ഞവരല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥ, നമുക്ക് ഇഷ്ടപ്പെട്ട നാളെ പരലോകത്ത് ചെന്ന് നിൽക്കുന്ന നേരത്ത് ആരുടെ കണ്ണുകളാണോ അവൻ ചെയ്ത പാപങ്ങൾ ഓർത്തിട്ട് കണ്ണുനീര് വീണത്, ആ കണ്ണിനെ നരകത്തിന്റെ തീ തൊടുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പാപങ്ങളോട്ടിട്ട് കരയാൻ കഴിയണം. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നുണ്ട്. ഖദ് സനൈതു യാ റസൂലല്ലാഹ്. നബിയെ, സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഉള്ളിൽ പൈശാചിക ദുർബോധനത്തിന് വഴിപ്പെട്ട് ഞാൻ അറിയാതെ
ഒന്ന് വ്യഭിചരിച്ചു പോയി നബിയേ. ഖദ് സനൈതു യാ റസൂലല്ലാഹ്. ആരാണ് വരുന്നത്? മദീനത്തെ അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന, അങ്ങാടിയിലെ ഒരു കട നടത്തുന്ന ചെറുപ്പക്കാരന്, സുന്ദരനും സുമുഖനും സുശീലനും സത്യസന്ധനുമായ മക്കയിലെ മദീനയിലെ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരിൽ ഒരാളായ മഹാനായ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് പരലോകത്തെ കുറിച്ചുള്ള വേവലാതിയും നരകശിക്ഷയെ കുറിച്ചുള്ള ഭയവും അവരുടെ ഹൃദയത്തെ അലട്ടിയപ്പോ അവരെത്തിച്ചേർന്ന മാനസികമായ ഔന്നത്യ വിധാനത്തെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്രമാണിത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും റമളാൻ വിട പറയുന്ന നേരത്ത് നമ്മുടെ കൽബുകളെ ഒന്ന് ശുദ്ധീകരിച്ച് മദീനയിലെ സഹാബിയെ ചെയ്തു പോയെങ്കിലും ചെയ്തു പോയപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, തെറ്റ് ചെയ്യാത്തവരാരുമില്ല, പക്ഷേ തെറ്റ് ചെയ്തവന്റെ ഉള്ളിൽ തഖ്വയുള്ളവരാണെങ്കിൽ, നമസ്കാരമുള്ളവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഹബീബിനെ ഇഷ്ടമുള്ളവരാണ്, ഇസ്ലാമിനെ പുൽകിയവരാണ്, അവരെങ്ങാനും മനുഷ്യനല്ലേ മലക്കല്ലല്ലോ, തെറ്റെങ്ങാനും ചെയ്തു പോയാൽ ഇന്നല്ലദീന തഖൗ, ഒരാണ്ടും മണിയോളം തഖ്വ ഹൃദയത്തിലുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ, ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തദക്കറൂ, അവർക്ക് ആ തെറ്റിനോത്ത് പശ്ചാത്താപം ഉണ്ടാവും. പെങ്ങളെ, ഇതൊക്കെ കേട്ടാലും ആ തെറ്റിനെ ലാഘവത്തോടെ നീ കാണുന്നുവെങ്കിൽ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള പശ്ചാത്താപമില്ലെങ്കിൽ, അതിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിൽ അണുമണി തൂക്കം പോലും തക്കുവയില്ല, പടച്ചവനെ കുറിച്ചുള്ള പേടിയില്ല. ആ പടച്ചവനെ കുറിച്ചുള്ള പേടി ഉണ്ടാകേണ്ടത് വെറുതെ നാക്കിലും വാക്കിലുമല്ല. ഇസ്ലാം നിരോധിച്ചത് കൊണ്ട് സ്പ്രേ പോലും അടിക്കുന്നില്ല എന്ന് പറഞ്ഞ പെണ്ണുങ്ങള് പിന്നെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ കാണുമ്പോ, സഹോദര, നാക്കിലും വാക്കിലുമല്ല, ഹൃദയത്തിന്റെ ഉള്ളിലാണ് തഖ്വ. തഖ്വലില്ലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ അഹ്വാറഉസു ശർരി ഹബായിലാ. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം അണുമണി തൂക്കം കൊടിഞ്ഞു വീണ ഒരു ഇലയുടെ തണ്ടിന്റെ തൂക്കത്തിലെങ്കിലും തഖ്വ ഹൃദയത്തിലുണ്ടോ? തെറ്റ് ചെയ്താൽ പിന്നെ കിടന്നാൽ ഉറക്കമില്ല. പടച്ചവനെ ചെയ്തല്ലോ അല്ലാഹ്, പറ്റിപ്പോയല്ലോ റബ്ബേ. മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ വ്യഭിചരിച്ചു. മായിസേ, നീ ആ പെണ്ണിന്റെ വിരലിൽ തൊട്ടതേ ഉള്ളായിരിക്കാം. ഇല്ല നബിയെ, നിങ്ങൾ തമ്മിൽ പരസ്പരം സ്പർശിച്ചതേ ഉള്ളാവാം, ശാരീരിക ബന്ധമുണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒഴിവ് കഴിവ് പറഞ്ഞ് മായിസിന്റെ കുറ്റബോധത്തെ പരിശോധിക്കുമ്പോ മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു എന്നത് ഉറപ്പാണ് നബിയേ. FIR വന്നിട്ടില്ല, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അവസാനം മായിസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ മദീനക്കപ്പുറത്തുള്ള മരുഭൂമിയിലോട്ട് നിർത്തി. ആ മരുഭൂമിയിൽ ഇപ്പോഴും മദീനയിൽ പോകുന്ന വഴിയിൽ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിക്ഷ നടപ്പാക്കിയ മരുഭൂമി കാണാം. കഴിഞ്ഞ വർഷം എന്റെ കൂടെ ഉംറക്ക് വന്നവരുമായിട്ടൊരു യാത്ര ചെയ്യുമ്പോ അതിലെ കടന്നു പോകും അവരോട് ഈ സംഭവം വിവരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ കാണുന്ന വിശാലമായ മണൽത്തരിയേടെന്നറിയോ, ഇത് മായിസ് റളിയല്ലാഹു അൻഹുവിനെ ഇറക്കി നിർത്തി. ആ ആളെ വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് എറിയാൻ പറയവേ, കല്ലുകളിരങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ശരീരത്തിലേക്ക് സഹാബത്ത് വലിച്ചെറിഞ്ഞ് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിലേക്ക് മൂർത്ത കല്ലുകൾ വന്ന് വീഴുമ്പോ സഹാബത്തിന്റെ കൈകൾ സഹാബത്തുകൾ കല്ലുകൾ എറിയുമ്പോ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ കല്ലുകൾ പതിച്ച സഹോദരി, ഒരു പോലീസ് സ്റ്റേഷൻ ലോകത്ത് നിലവിലില്ലാത്ത കാലത്ത്, ഏതാണ്ട് തോർമ ഒരു പോലീസ് സ്റ്റേഷൻ നിലവിലില്ലാത്ത കാലത്ത്, ഒരു FIR രേഖപ്പെടുത്താത്ത കാലത്ത്, ഒരാൾ പോലും എന്തിന് ചെയ്തന നീതിന്യായം പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങി മായിസ് റളിയല്ലാഹു അൻഹു ഓടുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ഖാലിദ് റളിയല്ലാഹു അൻഹു കല്ലെടുത്തിട്ട് മായിസ്
റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് എറിയുമ്പോ ആ കല്ല് പോലും മായിസ് ഇബ്നു മാലിക്കിന്റെ നെറ്റിയിൽ കൊണ്ടിട്ട് നെറ്റി പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ ചീറ്റിയൊഴുകി. എറിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ഇങ്ങനെ തെറിച്ചു വീണപ്പോ ആ പച്ചരക്തത്തിന്റെ ചുടുരക്തത്തിന്റെ ഒരു അരോചകമായ സ്മെല്ല് കാരണത്താൽ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം മുഖത്ത് തെറിച്ചപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പുറം കൈ കൊണ്ട് ഛേ എന്ന് പറഞ്ഞിട്ടങ്ങ് തുടച്ചു മാറ്റി. ഒരു വ്യഭിചാരിയുടെ രക്തമല്ലേ മുഖത്ത് തെളിച്ചത്. മദീനത്തെ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ ഈ കാഴ്ച കാണുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ ആ സമയത്ത് മായിസ് റളിയല്ലാഹു അൻഹു വെട്ടേറിട്ട് താഴെ വീണ് രക്തം തടംതല്ലിയാ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പോയി താങ്ങിയെടുത്തിട്ട് അവിടുത്തെ ഹുജറത്ത് ശരീഫയില് തന്റെ മടിയിലേക്ക് മായിസ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം കയ്യിലൂടെ ഒഴുകുമ്പോ ഖാലിദ് അൻഹുവിനോട് പറഞ്ഞു, പത്ര ഖാലിദേ, എന്നെ മായിസിന്റെ ശരീരത്തിന്റെ രക്തം നിന്റെ മുഖത്ത് തെറിച്ചപ്പോൾ നീ തുടച്ചു മാറ്റിയല്ലേ, എന്നാൽ നിനക്കറിയോ ലക്കത്താപമായിസു ലക്കാപമായിസു ലക്കത്താപമായിസു, എന്റെ മായിസ് ഇപ്പ തെറ്റ് ചെയ്തെങ്കിലും തൗബ ചെയ്ത് പരിശുദ്ധനായി. ഈ മായിസ് ഇപ്പ ചെയ്ത തൗബയുടെ പ്രതിഫലം മക്കയിലെ 70 അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ അവരെ മുഴുവന് സ്വർഗത്തിലെത്തിക്കാൻ കഴിയുന്ന പ്രതിഫലം എന്റെ മായിസിനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് മായിസ് റളിയല്ലാഹുവിന്റെ സക്കറാത്തിൽ പെടയും ഹബീബിന്റെ വിരലിലേക്ക് വിരൽ ചേർത്ത് വെച്ച് മായിസ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, എന്തേ മായിസേ വേദനിക്കുന്നു മായിസേ? അല്ല നബിയേ, അവിചാരിതമായിട്ടൊരു തെറ്റ് ചെയ്തപ്പത് ബോധ്യം വന്നപ്പോ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. ഈ ആളുകളെ കല്ലേറ് കൊണ്ട് എന്റെ ശരീരം പിടഞ്ഞിട്ടുണ്ട് നബിയേ, വേദനയേറെ സഹിച്ചിട്ടുണ്ട് നബിയേ. ഞാനിതാ വിട പറയാൻ പോകുന്നു. ആ പോകുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു വലിയ അസ്വസ്ഥതയും അങ്ങയുടെ നാവിൽ നിന്ന് എനിക്കതിന് മറുപടി കിട്ടണം. എന്താണ് മായിസേ? ഞാനിവിടെ നിന്ന് മരിച്ചിട്ട് നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ ഞാൻ ഈ തെറ്റ് ചെയ്തത് ചിന് നാളെ അവിടെയും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോയാ റസൂലുള്ളാഹ്? അതല്ല, ഞാനിവിടെ അനുഭവിച്ച വേദന കരിങ്കൽ ചീളുകൾ എന്റെ പച്ചമാംസത്തിലേക്ക് തുളച്ചു കയറുമ്പോ ഞാൻ അനുഭവിച്ച വേദന ഇതിനു മതിയാകുമോ? അതല്ല, നാളെ പരലോകത്തെത്തുമ്പോ അതിന്റെ തീനാളെങ്കിലും എന്റെ ശരീരം വെന്തുരുകുമോ നബിയേ എന്ന് മായിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സെടുത്ത് തന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മായിസേ, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിഅദാബൈനി, അല്ലാഹു ഒരു തെറ്റിന് 2 ശിക്ഷ കൊടുക്കില്ല. എന്റെ റബ്ബ് നീതിമാനാണ് മായിസേ, എന്റെ റബ്ബ് നീതിമാനാണ് മായിസേ. ലാ യുഅദ്ദിബു ബിഅദാബൈനി, ഒരു ശിക്ഷ ഒരു തെറ്റിന് 2 ശിക്ഷ കൊടുക്കുന്നതില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ചെയ്തു പോയ പാപങ്ങളോട്ടിട്ട് ആയുസ്സിലൊരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥമായ കരയെ നീ ചെയ്ത തെറ്റിന്റെ ആഴയില് തിളച്ചു മറിയുന്ന മണലിന്റെ മുകളിൽ നിന്ന് കാലില് ചെരുപ്പില്ലാതെ ആ മണലിൽ കിടന്നിട്ട് ചുറ്റുപെടുത്ത മണലെടുത്തിട്ട് നിന്റെ തലയിലേക്ക് വാരി നിന്റെ മുടിയിൽ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് പടച്ചോനോട് പറയണം, അല്ലാഹുവേ, ചെയ്തു പോയ തെറ്റുകൾ ഓരോന്ന് എടുത്തെടുത്ത് പറയണം. ഞാൻ നീയുമല്ലാതെ മറ്റൊരാളില്ല റബ്ബേ, നമ്മൾ 2 പേരല്ലാതെ മറ്റൊരാൾ കേൾക്കുന്നില്ല റബ്ബേ. എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുള്ളു നീ അല്ലാതെ. നീ എനിക്ക് പൊറുക്കണേ റബ്ബേ, നീ എനിക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ ആരോട് ഞങ്ങൾ ചോദിക്കും റബ്ബേ, എനിക്ക് പൊറുത്തു അല്ലാഹ്? അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. സ്വർഗത്തിലെ വിലക്കപ്പെട്ട പഴം കടിച്ചിട്ട് ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടപ്പോ നമ്മുടെ ആദം നബി ഹവ്വാ ബീവി കരഞ്ഞത് എങ്ങനെയാണോ? റബ്ബനാ ലലംനാ
أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا പടച്ചവനെ തെറ്റ് ചെയ്തു പോയി റബ്ബേ وإن لم تغفر لنا നീ പുറത്തു തന്നില്ലെങ്കിൽ പൊറുക്കണേ അല്ലാഹ് പൊറുത്തു തരണേ അല്ലാഹ് മാപ്പാക്കണേ റബ്ബേ وإن لم تغفر لنا നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ വതർഹംനാ നീ ഞങ്ങൾക്ക് കരുണ കാണിച്ചില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങളെക്കാൾ നഷ്ടം ഈ ലോകത്താർക്ക് സംഭവിക്കില്ല അല്ലാഹ് നമ്മുടെ വാപ്പയും ഉമ്മയും അങ്ങനെയാണ് കരഞ്ഞത് അതുകൊണ്ട് ആദമിന്റെ മക്കളെ തെറ്റ് ചെയ്തു പോയാൽ റബ്ബിനോട് കരയണം വഇല്ലം തഗ്ഫിർ ലനാ പുറത്തു തന്നില്ലെങ്കിൽ വതർഹംനാ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും ആ രീതിയിലെ കരയണം ഇനി വർദ്ധിപ്പിക്കേണ്ട മൂന്നാമത്തെ കാര്യം പാപങ്ങളെ ഓർത്ത് കരയുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ പറയ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എറിയാൻ പറഞ്ഞാൽ എറിയാൻ ആരുടെയൊക്കെ കൈയാണ് പൊന്തുക മനുഷ്യ ജീവിതത്തിൽ പാപം സഹജമാണ് പക്ഷേ ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ് പക്ഷേ തെറ്റ് ചെയ്തവരിൽ നല്ലവരുണ്ട് വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവരാണ് അവർ തെറ്റ് ചെയ്യുന്നവർ ധാരാളമാണ് പക്ഷെ തെറ്റ് ചെയ്തവരിൽ നല്ലവരുണ്ട് അവർ തെറ്റ് തെറ്റാണെന്ന് അറിയുന്നവരാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തെറ്റിനെ തെറ്റായി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടില്ല നീ ചെയ്ത തെറ്റാണ് ഈ നിശ്ചേദം വലിയ പ്രശ്നമാണ് ഞാൻ ചെയ്തു ആ സമ്മതിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഞാൻ ചെയ്തിട്ടില്ല നീ കള്ളു കുടിച്ചില്ലെന്ന് പിന്നെ അത് ഇബ്ലീസ് ചതിച്ചതാ അപ്പോഴും പ്രതി അവനല്ല കള്ളു കുടിച്ച ഇബ്ലീസ് ചതിച്ചു അപ്പോഴും ഇബ്ലീസ് ഒന്നാം പ്രതി ഈ കാക്ക രണ്ടാം പ്രതി എടി പെണ്ണെ അതെ തസ്ബീഹ് വരസ്കരിക്കുന്ന ആരാ അപ്പൊ ഇബ്ലീസ് ചതിച്ചു ഇബ്ലീസ് ആരാ നമ്മള് തന്നെ ഇബ്ലീസ് ആരാന്നറിയണമെന്ന് നമ്മൾ കണ്ണാടി എടുത്ത് നോക്കിയാൽ മതി ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന് പാടിയ മാതിരി നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ ഗന്ധർവനല്ല നമ്മൾ വേതാളമാണ് ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന് ചങ്ങമ്പുഴ പാടുന്നു ചങ്ങമ്പുഴ വൈലോപ്പള്ളി നമ്മൾ നന്നായിട്ട് കണ്ണാടി നോക്കുക ഈ ബിലീസ് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം പണ്ടൊക്കെ ഈ ചെവികളെ കയറിയായ ആ ചെവിക്കട ഇറങ്ങി ഇപ്പൊ കുറച്ചുകൂടി 5G ആയതിനു ശേഷം ഈ ചെവിക്കട കേട്ടാല് ഈ ചെവിക്കട അപ്പുറത്തോട്ട് വരുമ്പോൾ ഇപ്പൊ 5G ആണ് സ്പീഡ് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ آمين يا رب العالمين أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ നാമത്തെ വെളിച്ചത്തെ കൊടുത്ത വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മോട് പറയാണ് കല്ല നീ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ പോവുകയില്ല ഇദാ ദുഃഖത്തിൽ അർളു ദക്കന ദക്കാ ഈ ഭൂമി കിടുകിടാ വിറച്ച് പപ്പടം പോലെ പൊടിക്കപ്പെടുന്ന ദിവസം സഹോദരങ്ങളെ യാതൊരുവിധ സംശയമില്ലാത്ത പരലോകത്തിന്റെ ദിവസം പരലോകമെന്നത് സങ്കല്പികതയല്ല MBBS പാസായ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം ആ വിദ്യാഭ്യാസമുള്ളവരാണ് പരലോകത്തെ
തെറ്റിദ്ധാരണയോടെ മനസ്സിലാക്കിയിട്ട് പടച്ചതമ്പുരാൻ ദൈവം തമ്പുരാൻ കൊടുത്ത ഒരു ജീവിതത്തെ അവസാനിപ്പിക്കാൻ അരുണാചലിലേക്ക് കയറിയത് അവര് വിവരമില്ലാത്തവരല്ല, അവര് ബോധമില്ലാത്തവരല്ല. ആരൊക്കെയോ പടച്ചുവിട്ട നിഗൂഢ സംഘങ്ങളുടെ ഇരുട്ട് റൂമിലെ ഈ വലിയ സന്ദേഹങ്ങളെ, അപസർപ്പക കഥകളെ വിശ്വസിക്കാൻ മാത്രം ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒരുക്കി കൊടുത്ത കളമാണത്. പരലോകത്തെ കുറിച്ചുള്ള ചിന്ത ആത്മഹത്യ ചെയ്യുകയാണ്. എന്തിനെന്നറിയുമോ? പെട്ടെന്ന് പരലോകത്തേക്ക് ചെല്ലാൻ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഓമൻ ഖത്തല നഫ്സഹു ബിഹദീദ, ആരെങ്കിലും ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് ആത്മഹത്യ ചെയ്താൽ ഫഹുവ യതറത്താ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ, നാളെ നരകത്തിൽ അവൻ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. വമൻ ശരിബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്ത് നരകത്തിൽ അവൻ കുടിക്കുന്നത് അതേ വിഷദ്രാവകമായിരിക്കും. പെങ്ങളെ, ആത്മഹത്യ ചെയ്യാനല്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല. പടച്ചവനെ, സുഖമാണെങ്കിലും അൽഹംദുലില്ലാഹ്, ദുഃഖമാണെങ്കിലും അൽഹംദുലില്ലാഹ്, പട്ടിണിയാണെങ്കിലും പടച്ചറപ്പേ നീ നിശ്ചയിച്ചതല്ലേ. ആ രീതിയിലുള്ള ഈമാൻ ഉണ്ടായി നാളെ നരകത്തിൽ നിന്ന് കാക്കണയല്ലാ. പരലോകം നിശ്ചയമാണ്. ഏറ്റവും വലിയ അത്ഭുതമേതെന്നറിയോ? പരലോകത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ ഖുർആനിന്റെ അവസാനത്തെ ജുസ്ഇലാണ്, 30ാമത്തെ ജുസ്. അമ്മയതസാലൂൻ, അമ്മയിലാണ് പരലോകത്തെ കുറിച്ചുള്ള മിക്കവാറും പ്രഖ്യാപനം അവിടെയാണ്. ഇത് ഖുർആൻ ഒരു വലിയ ന്യൂമറിക്ക് അത്ഭുതമാണ്. ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുന്നത് ഖുർആന്റെ അവസാനത്തിലാണ്. ലോകത്തിന്റെ ഒടുക്കത്തെ കുറിച്ച് കൂടുതലും പറയുന്നത് ഖുർആന്റെ ഒടുക്കത്തിലാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ മഹാസ്ഫോടനത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? വമാ അദ്റാക മൽ ഖാരിഅ, ലോകത്ത് നടക്കുന്ന മഹാസ്ഫോടനം ഏതെന്നറിയോ? അന്നത്തെ ദിവസമാണ് യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്ഥൂർ. ഈ ആളുകൾ മുഴുവനും, മനുഷ്യർ മുഴുവനും ഈയാമ്പാട്ടകളെ പോലെ ആകാശത്തൂടെ പറന്ന് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ലഘുവായി പറഞ്ഞാൽ, ഗ്രാവിറ്റി നഷ്ടപ്പെട്ട്, ഭാരം നഷ്ടപ്പെട്ട് ജനങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുമത്രേ. ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു പോകും, അത്രേ ഉള്ളൂ. ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു പോകും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ജനങ്ങൾ അങ്ങനെ ഈയാമ്പാറ്റെ പോലെ പറക്കും. ഗ്രാവിറ്റി പോയി മോളിൽ നിന്നുള്ള ആപ്പിള് കീപ്പോട്ട് വീണത് എന്തുകൊണ്ടാണ്? ഐസക് ന്യൂട്ടൻ പറഞ്ഞു, ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ്. ഭൂമി ഒരു വസ്തുവിനെ താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, അതിനാണ് ഗ്രാവിറ്റി എന്ന് പറയാം. നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ട് അന്ന് ഈ പണ്ടാരെന്ന് മനസ്സിലായി. അന്ന് ലൂക്കാസാറ് മൂലമറ്റ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗ്രാവിറ്റി മനുഷ്യനെ ഇടങ്ങാറ്. സത്യത്തിൽ മാത്തമാറ്റിക്സ് ഇല്ല, ഞാൻ 10ാം ക്ലാസ് പഠിച്ചത്. ഉസ്സാഗ, ലസാവ്, ഇന്നേ വരെ ഈ സാധനത്തിന് സ്വപ്നത്തിൽ പോലും കളിക്കും. എന്താ ഈ ഉസ്സാഗ, ലസാവ്? പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഒന്നുമില്ല. പിന്നെ വലിയ കണക്കിലോട്ട് പോണവർക്ക് അതൊക്കെ ഉണ്ടാവും. ഉസ്സാഗയും ലസാവൂനും ഈ അടി കിട്ടിയ ഒരു കണക്ക്. A plus b the whole square equal to a square plus b square plus 2ab. അന്ന് നിർത്തിയത്. പക്ഷെ പിന്നീട് അതിനകത്ത് വലിയ നിരാശ. പിന്നീട് ഇപ്പോ തോന്നാറുണ്ട്, പടച്ചോനെ അത് മുഴുവൻ പഠിക്കാൻ പറ്റിയില്ല. എന്റെ ഉസ്താദന്മാരൊക്കെ എന്നോട് പറഞ്ഞാൽ നിനക്ക് നല്ല ബുദ്ധി പടച്ചോന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഹാഫിളാവാകും. 7 മാസം കൊണ്ട് ഹാഫിളായി. 7 മാസം. എല്ലാരും എന്നോട് പറഞ്ഞു ഒടുക്കത്തെ ബുദ്ധിയാണ്, നീ ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോകും. അന്ന് തോന്നിയില്ല. പക്ഷെ ഇപ്പൊ വല്ലാത്ത നിരാശ, ഭയങ്കര നിരാശ. പക്ഷേ ഇനി പിടിച്ചാൽ കിട്ടൂലല്ലോ. ഇനിയിപ്പോ അവിടെ പോയി പഠിക്കാൻ. ONV പാടിയതുപോലെ മോഹം ഉണ്ടെന്ന് PG ഒക്കെ എടുക്കാൻ. പക്ഷെ വെറുതെ ഈ മോഹം എന്നറിയപ്പെടും, വെറുതെ മോഹിക്കുവാൻ മോഹം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ കിട്ടണ സമയത്ത് നന്നായിട്ട് പഠിക്കും. ഞാനിത് പറഞ്ഞു നോക്ക്, പഠിക്കാതിരിക്കും. പരമാവധി പഠിക്കണം. എന്ത് പഠിക്കണം? എന്ത് പഠിക്കണം? എന്താ പഠിക്കേണ്ടത്? എന്താ നിങ്ങൾ പഠിക്കണത്?
ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി അല്ലേ? സയൻസ് പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ? ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി. എല്ലാ ജീവന്റെയും അടിസ്ഥാനം എവിടെയാണ്? ജലമാണ്. ഇതാണ് സ്കൂളുകളിൽ യൂറോപ്യന്റെ പാഠപുസ്തകത്തിലെ പാഠം. ജലത്തിൽ നിന്ന് ജീവനുണ്ടായി, ശരിയല്ല? പക്ഷെ ഇവിടെ ജീവൻ ഉണ്ടാകാൻ രണ്ട് ഘടകം പോരാ. ജലവും ജീവനും മാത്രം പോരാ, പിന്നെ ആര് വേണം? ഇതുണ്ടാക്കിയ ഒരു വാള് വേണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖലഖ കുല്ല ഷൈഇൻ വല്ലാഹു ഖലഖ കുല്ല ഷൈഇൻ മിമ്മാ. അല്ലാഹുവാണ് ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടാക്കിയത്. ജലവും ജീവനും മാത്രമുണ്ടായി ജീവൻ ഉണ്ടാവില്ല. ഇതിന്റെ ഇടയിൽ ആര് വേണം? അല്ലാഹു വേണം. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം അല്ലാഹനെ മറപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് അല്ലമീൻ സ്കൂളിൽ അടുത്ത വർഷം മുതൽ ഖുർആൻ കൂടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ കുട്ടികൾ അതും പഠിക്കണം, ഇതും പഠിക്കണം. ഒന്ന് മാത്രം പോരാ, ഭൗതികത മാത്രം പോരാ. അതിന്റെ കൂടെ എന്ത് കൂടി പഠിക്കണം? ഭൗതികത മാത്രം പോരാ, അതിന്റെ കൂടെ എന്തും പഠിക്കണം. രണ്ടും വേണം. ഭൗതിക വിദ്യാഭ്യാസം പരമാവധി പഠിപ്പിക്കണം എന്ന ആശയക്കാരനാണ് ഞാൻ. രണ്ട് വിദ്യാഭ്യാസം ഉച്ചവരെ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ സ്കൂളിന്റെ റെഗുലർ ക്ലാസ്സാണ്. 8ാം ക്ലാസ് മുതൽ സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ. ഐ ഹാവ് എ ഡ്രീം. എന്റെ ഒരു സ്വപ്നമാണ് ഒരു 10 എണ്ണമെങ്കിലും ഹാഫിളായ ആലിമായ IAS കാരൻ. രണ്ടും വേണം, ഒന്ന് മാത്രം പോരാ, രണ്ടും വേണം. അതില്ലാതെ പറ്റില്ല. E=mc² എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദ്രവ്യപരിവർത്തന സിദ്ധാന്തമുണ്ട്. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജം ഉണ്ടാവും. ഇതാണ് സ്കൂളിൽ പഠിപ്പിക്കുക. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ നമ്മളിവിടെ സമൂസയുടെ ഉള്ളിൽ ഗ്രീൻ പീസ് ആണോ കോഴിയാണോ നോക്കി നമ്മളിപ്പോഴും നടക്കാം. നമുക്കിപ്പോഴും നമ്മളാ കറങ്ങണ ഷവർമയെ നിന്ന് വിട്ടിട്ടില്ല. നമ്മളിപ്പോഴും ഷവർമയുടെയും എന്താ ചിക്കൻ മുക്കളായി, ചിക്കൻ അൽബാമും, ചിക്കൻ മുഖാലമത്തുൽ ഖവാദിസി, ചിക്കൻ ഖിയാമും ബിൻ നഫ്സ്, അങ്ങനെ കുറെ പേരിട്ട് നമ്മൾ അതിന്റെ പുറകിലാണ്. E=mc². ഒരു ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജം ഉണ്ടാവും. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം ഒറ്റ സെക്കൻഡ് കൊണ്ട് വന്നത് ആ തിയറി അനുസരിച്ച്. അത് നമുക്ക് പിന്നെ പറയും. ഖുർആൻ എന്ന് പറഞ്ഞൊരു മഹാസാഗരമാണ്. പഠിക്കും മനുഷ്യന്മാരെ, പഠിക്കാൻ ശ്രമിക്കും. ചെറുപ്പത്തിലെ പഠിക്കും, ഖുർആൻ പഠിക്കും. അതിനേക്കാൾ വലിയൊരു ഗ്രന്ഥം വേറെയില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജമുണ്ടാവും. ആ കിട്ടിയ ഊർജ്ജം എന്ത് ചെയ്യണം? അത് സയൻസ് പറയൂല. ആ കിട്ടിയ ഊർജ്ജം നിന്റെ സമൂഹത്തിനെതിരെ വിനിയോഗിക്കരുത്. അത് പാപമാണെന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ. ഊർജ്ജം കിട്ടുന്നത് എവിടെ? അവിടെ തിയറി അവസാനിക്കരുത്. അത് നിന്റെ സഹോദരനെതിരെ ഉപയോഗിക്കരുത്. ആ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറിയാണ് 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും കോടിക്കണക്കിന് ആളുകൾ തന്റെ തിയറി ഉപയോഗിച്ച് ആറ്റം ബോംബുണ്ടാക്കി മനുഷ്യൻ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ നെഞ്ചടിച്ച് നിലവിളിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, അടുത്ത ദൈവത്തിൽ ഒരു ചെരുപ്പൂത്തിയായി ജനിച്ചാലും ഒരു ശാസ്ത്രജ്ഞനായിട്ട് എനിക്ക് ജനിക്കണ്ട. കാരണം എന്റെ തിയറി ദുരുപയോഗം ചെയ്യപ്പെടരുത്. അതിന് ആത്മീയ വിദ്യാഭ്യാസം വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആത്മീയ വിദ്യാഭ്യാസം അല്ലാഹു നൽകട്ടെ. അല്ലമീൻ സ്കൂളിൽ അടുത്ത വർഷം മുതൽ സിലബസിൽ ഇതിന്റെ കൂടെ നമ്മളൊരു ഖുർആനും കൂടെ പഠിപ്പിച്ചൊരു ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കും. ഞാൻ കുറ്റപ്പെടുത്തില്ല, ഞങ്ങൾ നമ്മളോട് ഒരു ബന്ധത്തിൽ പറഞ്ഞാണ് അങ്ങനെ കൊടുക്കണം. നമ്മുടെ സ്കൂളല്ലേ അല്ലമീൻ സ്കൂൾ. അല്ലമീൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിലൂടെ വളരുന്ന മക്കൾ അല്ലമീനാകണം, വിശ്വസ്തരാകണം. അതാണ് അല്ലമീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലമീനാവണ്ടേ? യാ സഫവത്തൽ ഇബാദി മുത്ത് റസൂലേ, അമീന പെറ്റ അല്ലമീനായി വന്നേ. ആമിന ബീവി പെറ്റ അല്ലമീനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയിട്ട് ലോകത്തോട് പറഞ്ഞു കൊടുത്തു, നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. വസീകൽ കല്ലാ ഇദാ ദുഃഖത്തിൽ അർദു ദക്കന ദക്കാ വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ. മലക്കുകളെല്ലാം സഫ് സഫായി നിൽക്കുന്നു. വജീഅ യൗമൈദിൻ ബിജഹന്നം. ആ സമയത്ത് കത്തിക്കാളുന്ന നരകത്തെ നമ്മുടെ മുമ്പിലൂടെ കൊണ്ടുവരും. ആ നരകത്തിന് 70,000 കൊളുത്തുകളുണ്ട്. ഓരോ കൊളുത്തുകളിലും 70,000 മലക്ക് വെച്ച് ആ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകം ഇങ്ങനെ ആഞ്ഞു വിളിക്കും, വ്യഭിചരിച്ചവനെവിടെ, മദ്യപിച്ചവനെവിടെ, ഈ ലോകത്തെ തിന്മകൾ ചെയ്തവനെവിടെ, മറ്റുള്ളവരെ പരിഹസിച്ചവനെവിടെ, അഭിമാനത്തെ പിച്ചു ചീന്തിയവനെവിടെ, കളവ് പറഞ്ഞവനെവിടെ, പരദൂഷണം പറഞ്ഞവനെവിടെ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചവനെവിടെ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചവനെവിടെ. പെങ്ങളെ, എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് മുറിഞ്ഞു പോയത്. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയ്. തിരുനബിയുടെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി. തിരുനബി പറഞ്ഞ മനുഷ്യന് 2 ദിവസം കൂടിയേ ആയുസുള്ളൂ, അത് കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകും. അത്ഭുതത്തോടെ 2 ദിവസം കഴിഞ്ഞാലും മരിച്ചൊടുങ്ങുന്ന മനുഷ്യനെ നോക്കുമ്പോ മാസങ്ങൾക്ക് ശേഷം അയാൾ ജീവനോടെ തിരിച്ചു നടക്കുന്നത് കണ്ടപ്പോ അനുയായികൾ ചോദിച്ചു, തിരുദൂതരെ, എന്താണ് ഈ മനുഷ്യന് 2 ദിവസം കഴിഞ്ഞ് മരിക്കുമെന്നങ്ങ് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ലല്ലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഇയാളാ പോകുന്ന വഴിയിൽ അതേവരെ മുറിഞ്ഞു പോയൊരു കുടുംബ ബന്ധത്തെ അയാൾ ചേർത്ത് വെച്ചപ്പോ അല്ലാഹു ആ മനുഷ്യനായി സുഖിത്തി കൊടുക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. ഈ റമളാനിൽ പോലും കണ്ടാൽ കണ്ടാത്തവർ ഉമ്മ മകളോട്, മകളുമ്മയോട്, മരുമകളമ്മായിയമ്മയോട്, അമ്മായിയമ്മ മരുമകളോട്, നാത്തൂനോട്, പെങ്ങളോട് എന്തിനാണ് സഹോദരി എച്ചിക്കഥ പറഞ്ഞ് വെറുതെ നിസ്സാരമായ കഥകൾ? ഇന്നലെയും ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു വീടിന് വേണ്ടി ദുആ ചെയ്യണേ. എന്തിനാണ് വീട് വെക്കുന്നതെന്ന് അറിയോ ഉസ്താദേ? ഇല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെടും, അതല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. രണ്ടാളെ നഷ്ടപ്പെടണമെങ്കിൽ വാടകക്കെങ്കിലും ഒരു വീടെടുത്തു മാറണം സഹോദരി. മരിച്ചു പോകുന്ന ആയുസ്സിലെ 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞനെന്നാണ് പെങ്ങൾക്ക് പച്ചോളം കൊടുത്ത കഥ, പെങ്ങളുടെ മോളെ കല്യാണത്തിന് അരപ്പവൻ കൊടുത്ത കഥ, അല്ലെങ്കിൽ ഭാര്യയുടെ അനുജത്തിയെ സഹായിച്ചത് അമ്മായിയമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭർത്താവിന്റെ പെങ്ങളെ സഹായിച്ചത് ഭാര്യക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം എനിക്ക് വേണ്ടി തിന്നണമെന്ന ബോധത്തോടെ കൂട്ടിവച്ചാൽ അത്ര തിന്നാനാണ്. ഈ അഹങ്കാരം ഏതുവരെ? ഈ അഹങ്കാരവും ചാട്ടവും ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടടുത്തിരിക്കുമ്പോ പറയാൻ സമയമില്ലല്ലോ സഹോദരി. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് റമളാൻ, എന്ത് തറാവീഹ്, എന്ത് ലൈലത്തുൽ ഖദർ, 1000 ലൈലത്തുൽ ഖദർ ഒന്നിച്ചു വന്നാലും കുടുംബ ബന്ധം മുറിച്ചവന് അതിനെക്കുറിച്ച് പ്രതീക്ഷ വേണ്ട. കുടുംബ ബന്ധം മുറിച്ചവനെ നാളെ അല്ലാഹു 3 പേരുടെ മുഖത്തേക്ക് പടച്ചവൻ നോക്കുക പോലുമില്ല. അതിലൊരാൾ കുടുംബ ബന്ധം മുറിച്ചവനാണ്. പെങ്ങളെ, ഞാൻ കാരണമാണോ ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം മുറിക്കപ്പെടുന്നത്? ആ പാതകം നീ ജീവിതത്തിൽ തീർത്തു പോവുകയില്ല. ഞാൻ കാരണമാണോ ഒരാങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം മുറിക്കപ്പെട്ടത്? ആ പാതകം നിനക്ക് തീർത്താൽ തീരില്ല കേട്ടോ. ഞാൻ കാരണമാണോ ഒരു പെങ്ങന്മാര് തമ്മിൽ എന്റെ ഭാര്യ സഹോദരിയും മിണ്ടാത്തത്? ചെറുപ്പക്കാരാ, ശ്രദ്ധിക്കണം, ആ ബന്ധങ്ങൾ വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടൊപ്പം മദീനയിലിരിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് ബഹളമുണ്ടാക്കുന്നതിന് അല്ലാഹുവിന്റെ റസൂലിനെ കാണണം. സഹാബത്ത് തടഞ്ഞു നിർത്തി, പറ്റില്ല, ഹബീബായ നബി തങ്ങൾ പള്ളിയുടെ ഉള്ളിൽ വലിയൊരു ചർച്ചയിലാണ്. അല്ല, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണണം. ഒരു സ്ത്രീയാണ് വന്നത്. അവസാനം ഈ ശബ്ദകോലാഹലം കേട്ടപ്പോ പള്ളിക്കുള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു ചോദിച്ചു, ആരാണ് ഇവിടെ ശബ്ദമുണ്ടാക്കുന്നത്? നബിയെ, അങ്ങേ കാണാമെന്ന ഒരു പെണ്ണാണ് നബിയെ. ആ സമയത്താണ് ആ
സ്ത്രീ വിളിച്ചു പറഞ്ഞത്, അല്ല യാ റസൂലല്ലാഹ്, ഞാനൊരു സാധാരണ പെണ്ണല്ല, അന ഉഖ്തുക ശൈമാ, ഞാൻ അങ്ങയുടെ പെങ്ങളായ ശൈമയാണ് കേട്ടോ ഹബീബേ, ഞാൻ അങ്ങയുടെ പെങ്ങളായ ശൈമയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കേട്ടപ്പോ പൊന്നാങ്ങളെ ചാടി എഴുന്നേറ്റു. പെങ്ങളുടെ സൗണ്ട് കേൾക്കാല് ഹൃദയത്തിന് സ്നേഹം വരാത്ത ആങ്ങളേടാ. ഒരു പെങ്ങൾ വിളിക്കുന്നത് കേട്ടാൽ ഹൃദയത്തിന് സന്തോഷം വരാത്ത ഒരു ആങ്ങളേടാ. മരിച്ച സമയത്ത് ഉപ്പ കയ്യിലേൽപ്പിച്ചു പോയതാണ്, ഉമ്മ കയ്യിലേൽപ്പിച്ചു പോയതാണ്. ഒരു പെങ്ങൾ വിളിച്ച ഹൃദയത്തിന് ദുഃഖമില്ലാത്ത ആങ്ങളേടാ. എനിക്ക് കരച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് പെങ്ങളില്ലാത്ത ഹബീബ് എച്ചിക്കണക്ക് പറഞ്ഞ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുന്നവർ ഒന്ന് മനസ്സിരുത്തി. ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റു. ആരാധി ശൈമയോ പള്ളിയിൽ നിന്ന് ഓടിയിറങ്ങി വന്ന് അല്ലാഹുവിന്റെ റസൂൽ വന്ന് കയ്യിൽ പിടിച്ചു. ശൈമാ, കണ്ടെത്ത നാളായി മോളെ. ആരാണതെന്നറിയോ? നേരെ കൊണ്ടുവന്നിരുത്തി സഹാബത്തിനോട് ചോദിച്ചു, ആരെന്നറിയോ? ഇതെന്റെ പെങ്ങളാണ്, എന്റെ കൂടപ്പറപ്പാണ്. സഹാബത്തിനോട് അഭിമാനത്തോടെ പറഞ്ഞതിന്റെ കൂടപ്പറപ്പായ പെങ്ങളാണ്, പെങ്ങളാണ്, പെങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നേരിട്ടുള്ള പെങ്ങളല്ല. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും പുലകുടി പ്രായത്തില് ഹലീമ ബീവിയുടെ മോളാണ്. ഇവരെ രണ്ടുപേരും ഒരു ഉമ്മയുടെ മുലപ്പാല് കുടിബന്ധത്തില് പെങ്ങളാണ്, യഥാർത്ഥ പെങ്ങളല്ല. ഒരേ ഉമ്മയുടെ മുലപ്പാല് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് കുടിച്ച ബന്ധത്തിലെ പെങ്ങളാണ്. കൊണ്ടുവന്നിരുത്തി ആവശ്യത്തിന് ഭക്ഷണങ്ങൾ കൊടുത്തു. സഹാബത്തെടുത്തപ്പം വേണ്ട വേണ്ട കാരൊക്കെ എടുത്ത് പെങ്ങൾക്ക് കുരു പൊട്ടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. കുറെ കഴിയുമ്പോ വിശേഷങ്ങൾ പറഞ്ഞ ശൈമാ, എവിടെയായിരുന്നു ഇതുവരെ? എന്തേ ഇതുവരെ നീ എന്നെ കാണാൻ വരാത്തത് പെങ്ങളെ? അവസാനം വെയിൽ വന്നപ്പോ വല്ലാത്ത വെയിൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു കുടയെടുത്തിട്ട് ആ കുട നിവർത്തി തന്റെ പെങ്ങൾക്ക് കുട ചൂടിച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾ ചൂടിക്കൊടുക്കാൻ വേണ്ട വേണ്ട, എന്റെ കൂടപ്പറപ്പിന് ഞാനല്ലാതെ പിന്നെ ആരെ തണല് കൊടുക്കാനാണ്? തന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് കുട ചൂടിക്കൊടുത്ത് ഭക്ഷണം കോരിക്കൊടുത്ത് നബി മുഹമ്മദ് മുസ്തഫ. അവസാനം വർത്താനം പറഞ്ഞ ആങ്ങളയ്ക്കും പെങ്ങൾക്കും സമാധാനം വന്നില്ല. അവസാനം യാത്ര പറയുമ്പോ പറഞ്ഞു, ശൈമാ, നീ പോകേണ്ട പെങ്ങളെ, എന്റെ കൂടെ മദീനയിൽ താമസിക്ക്. മുഹമ്മദ് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ശൈമാ ബീവി പറഞ്ഞു, ഇല്ല നബിയേ, എന്റെ ഭർത്താവും മക്കളും വീട്ടിലുണ്ട്, അങ്ങ് ഒന്ന് കാണാൻ വന്നതാണ്. അവസാന ശൈമാ ബീവിയെ യാത്ര അയക്കുന്ന നേരത്ത് ഹബീബായ നബി തങ്ങൾ തന്റെ പെങ്ങൾക്ക് ദീർഘകാലത്തിന് ശേഷം കണ്ടപ്പോ പെങ്ങൾക്കൊരു സമ്മാനം കൊടുത്തു വിട്ടു. എത്രയെന്നറിയോ? അത് കേട്ടാൽ ചിലപ്പോ നിങ്ങൾക്ക് അച്ചാക്കുന്ന് മരിച്ചു പോകും. നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് കൊടുത്തതെങ്കിൽ 100 ഒട്ടകത്തെയാണ് തന്റെ പെങ്ങൾക്ക് കൊടുത്തു വിട്ടത്. 100 ഒട്ടകത്തെ. അന്നത്തെ അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പാദ്യം ചുവന്ന ഒട്ടകങ്ങളാണ്. ജിയാദുബനി അബീബകരിന് തസാമ അലാ കാനൽ മുസവ്വമത്തിൽ ഇറാബി. 100 ചുവന്ന ഒട്ടകങ്ങളെ തന്റെ പെങ്ങൾക്ക് കൊടുത്ത് മദീനയുടെ അതിർത്തി വരെ യാത്രയാക്കി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരിമാരെ, വെക്കേഷനായി ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഇപ്പൊ വെക്കേഷനായി പെങ്ങളും പെങ്ങളുടെ മക്കളും വീട്ടിലേക്ക് വരുന്നുണ്ട്. ആങ്ങളയുടെ വീട്ടിൽ വിരുന്നു വരാന്, ഉമ്മാന്റെ കൂടെ ഒരു ദിവസം നിൽക്കാന്. നിങ്ങളുടെ പെങ്ങളും മക്കളും വന്നാൽ വീട് വൃത്തികേടാകും. ഡൈനിങ് ടേബിളിൽ ഒരു വലിച്ചു വാരിയിടും. അല്ലാഹു ചേർത്ത് വെച്ച കുടുംബ ബന്ധങ്ങളെ എച്ചിലിന്റെ കണക്ക് പറഞ്ഞിട്ട് അകറ്റി നിർത്തുന്നവരെ നിങ്ങൾക്കറിയുമോ? അല്ലാഹു നാളെ പരലോകത്ത് നിങ്ങളുടെ മുഖത്ത് പോലും നോക്കുകയില്ല. ഒരാങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കൂടപ്പറപ്പിന്റെ ബന്ധത്തെ നിങ്ങൾ തളിച്ചു കളയരുതേ. ആ കുടുംബ ബന്ധത്തെ നിങ്ങൾ മുറിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ. കുടുംബ ബന്ധം മുറിച്ചവനെവിടെ എന്ന് നരകം വിളിച്ചു ചോദിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്മാരെ, ചേർക്കണ്ടേ കുടുംബ ബന്ധം?
കുടുംബം ചേർക്കണ്ടേ? വേറെ എന്ത് തലേമേ മറിഞ്ഞിട്ടും പർദ്ദയുണ്ടോ ഉണ്ട്, നിക്കാബുണ്ടോ ഉണ്ട്, സുജൂദുണ്ടോ ഉണ്ട്, നിക്കാറുണ്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഗൂഗിൾ പേ ഒന്ന് കാണിച്ചാൽ എനിക്കല്ലേ അറിയാം പെങ്ങളും മോടെ കല്യാണവും അങ്ങ് പണ്ടൊക്കെ കൊടുത്താൽ ഇപ്പൊ ഗൂഗിൾ പേ ആണ് ഞാൻ അറിയൂ. പണ്ടൊക്കെ പോക്കറ്റിനെ ഞാൻ നോക്കിയിരുന്നു. എന്തിനാണ് പെങ്ങളെ എവിടേക്ക് എങ്ങോട്ട് കൊടുത്താലേ വിശാലതയുണ്ടാവൂ, കൊടുക്കുന്ന കിണറ്റിലെ ഉറവയുണ്ടാവൂ. ബന്ധങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിൽ ഈ എച്ചിലിന്റെ കണക്കുകൾ പറയുന്നത് നിർത്തണേ. എന്നിട്ട് അഭിമാനമുള്ള തറവാടി പെണ്ണിനെ പോലെ ജീവിക്കണേ. നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ നിലനിർത്തണം. എന്റെ കുടുംബ ബന്ധത്തെ ഞാൻ നിലനിർത്തും. നമ്മൾ കാരണത്താൽ നമ്മുടെ ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാതാക്കരുത്. എന്റെ കാരണത്താൽ നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഞാൻ കാരണത്താൽ ഞാൻ എത്ര വേണമെങ്കിലും സഹിച്ചോളാം. പക്ഷേ നിങ്ങൾ എന്റെ പേര് അള്ളാന്റെ കോപം വാങ്ങിക്കരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനകത്തേക്ക് പോയ സമയമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഭർത്താവും തമ്മിലുള്ള ബന്ധം ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും സ്നേഹമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ എത്ര പേരുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദാ സഫിയത്തുൻ മൈമൂനത്തുൻ വ റംല ഹിന്ദും വ സൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർളിയ. ആയിഷ ബീവിയോട് സ്നേഹം കൂടുതലാണ്. ബാക്കിയുള്ള ഭാര്യമാര് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന് ആയിഷയോട് സ്നേഹം കൂടുതലാണ്. അതൊന്ന് നിർത്തിയേ മതിയാവൂ, അതൊന്ന് നിർത്തിയേ മതിയാവൂ. ബാക്കി 11 പേരും ഒരുമിച്ച് കൂടി ആയിഷയോട് സ്നേഹമൊന്ന് നിർത്താൻ പറയണം മുത്തുനബിയോട്. ആരാ പറയാ? പൂച്ചക്കാരാ മണി കെട്ടുക. ബാക്കി എല്ലാ ഭാര്യമാരും ഈ കാര്യത്തിൽ ഒന്നിച്ചു കൂടി. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ ഒരു പട്ടാളക്കാരൻ അയാൾ 2 പെണ്ണ് കെട്ടിയിട്ടുണ്ട്. അതൊന്നും ആരും ചിന്തിക്കണ്ട. 2 പേരെ ഉംറയ്ക്ക് തവാഫ് ചെയ്യാൻ തവാഫ് ചെയ്തപ്പോ 3ാമത്തെ തവാഫ് കഴിഞ്ഞപ്പോൾ 2 ഗ്രഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. 2 ഭാര്യമാരും തമ്മിൽ അടിയായി. പാവപ്പെട്ട ഭൂമി വന്ന് കരഞ്ഞ് നിലവിളിച്ച് 2 ഭാര്യ ഇപ്പൊ നാട്ടിൽ പോകും. തവാഫും കണ്ടു. അപ്പൊ ആരോ ഒരു അമീർ പറഞ്ഞാലും ചാരിമൂടുകയാണ്. ഉസ്താദ് എന്ത് ചെയ്യും? അവിടെ താഴത്തെ നിലയിൽ ഞാനൊരു 10-700 പേരുമായിട്ട് ഉംറയ്ക്ക് പോയിട്ട് നമ്മുടെ ഗബീർ വാക്ക് വേണ്ടത് എന്നൊരു ഹിക്മക്ക് പറഞ്ഞു തരാൻ എനിക്ക് നമുക്ക് പോകാൻ ഞാൻ എന്റെ എടുക്കും. ഹലോ ഉസ്താദ്, ഞാൻ അതിർത്തിയിൽ കാവൽ പട്ടാളക്കാരാണ് എന്റെ പൊന്നു ഉസ്താദ്. ഞാൻ തോറ്റ 2 പട്ട എതിർ സൈനികരുടെ മുമ്പിലാണ്. എന്റെ 2 ഭാര്യമാരും ഒന്ന് ഒന്നിച്ചാവാൻ എന്തെങ്കിലും ഒരു സലാത്തോ ദിക്റുണ്ടെങ്കിൽ പറയാം. ഞാൻ എന്റെ പൊന്നു ഹബീബേ, ഈ 2 പേരും തമ്മിൽ ഒരേപോലെ നിൽക്കാൻ ഒറ്റ വഴിയോ ചാടി എഴുന്നേറ്റ്. എന്താ ഉസ്താദ്? ഞാൻ 3ാമത് ഒന്നുകൂടി നിങ്ങൾ കെട്ടുക. അതിനെതിരെ ഈ 2 എണ്ണം ഒരുമിച്ച്, അല്ലാതെ ഈ 2 എണ്ണത്തെ ഒരുമിച്ച് കൂട്ടല് വലിയ പാടാണ്. 3ാമത് ഒന്നുകൂടി വന്നാൽ അതിനെ പുകയ്ക്കാൻ 2 കൂടി ഒരുമിച്ച് കൂടാം. ഇത് ഹബീബിന്റെ ഭാര്യമാർക്കുമുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നീ ഉപ്പാനോട് പറ ഞങ്ങളോട് സ്നേഹം കുറയ്ക്കരുതെന്ന്. ആയിഷയോട് ഇഷ്ടം കുറയ്ക്കാൻ പറ. ഇത് ഞാൻ പറയുന്നത് യുക്തിവാദികൾ പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആയിഷ ബീവിയോടുള്ള സ്നേഹം കന്യകയായതുകൊണ്ടാണ്, കിളുന്ത് പെണ്ണായതുകൊണ്ടാണ്. മുഹമ്മദ് സ്ത്രീലമ്പടനാണെന്ന് പറഞ്ഞ വിമർശനത്തിന്റെ ഇരിപ്പിന്റെ അടയാളങ്ങളോട് രവിചന്ദ്രൻ അടക്കമുള്ളവരോട് എന്താണ് സ്നേഹ കൂടുതലിന്റെ കാരണമെന്നറിയോ? അതൊന്നും നീ 1000 വർഷം തപസ്സിരുന്നാലും നിന്റെ മനസ്സിൽ വരാത്ത ചിന്തയാണത്. യുക്തിവാദികളെ 1000 ജന്മമെടുത്താലും നരനായും നരിയായും ജന്മമെടുത്താലും ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്റെ ഹബീബിനല്ലാതെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ ഹബീബും കൂടെ ഒരു പുതപ്പിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കാണ്. സ്വകാര്യ നിമിഷമല്ല, വാതിൽ കുറ്റിയിട്ടിട്ടില്ല. ആ സമയത്ത് ഫാത്തിമ ബീവി വന്നു, സലാം പറഞ്ഞു. എന്തേ മോളെ? ചുരുക്കി പറയാൻ സമയമായതുകൊണ്ട് ഈ എന്തേ മോളെ? യാ റസൂലല്ലാഹ്, ഇന്ന
അസ്വാദക യുനാശിദിനകൽ അദിലബി ബിനതി ബിനി അബീ ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകന്റെ മകളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളോട് ഒരൽപ സ്നേഹം കൂടുതലാണെന്ന് ബാക്കിയുള്ളവർക്ക് പരാതിയുണ്ട്. അത് പറയാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടുമില്ല. കുറെ കഴിഞ്ഞപ്പോ മുത്ത് ഹബീബ് ചോദിച്ചു, മോളെ ഫാത്തിമ, അമാ തുഹിബ്ബീന ബിമാ ഉഹിബ്ബു, നിന്റെ വാപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്കും ഇഷ്ടമാണോ? അതേ ഉപ്പാ. എന്നാൽ അഹിബി ആയിഷ, നിന്റെ വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ്. ആയിഷ ബീവിയെ നീയും ഇഷ്ടം വെച്ചോ ഫാത്തിമ. ഉപ്പാന്റെ മറുപടി, മോളുടെ മറുപടി, എന്തൊരു വീടാണ്, എന്തൊരു വീടാണ്. ഉഖബാ തെരി ഗലീമേ ഉഖറാ തെരി ഗലീമേ. ദുനിയാവും അങ്ങയുടെ മദീനയിൽ, ആഖിറവും അങ്ങയുടെ മദീനയിലാണ് നബിയേ. ആയിഷ ബീവി തിരിച്ചുപോയി. ഭാര്യമാര് ചോദിച്ചു, എന്തേ ഫാത്തിമ? ഇല്ല ഇല്ല, ഞാൻ ഇനി പോവില്ല. ഞാൻ പറഞ്ഞപ്പോ എന്നോട് കൂടി സ്നേഹിച്ചോളാൻ പറഞ്ഞു. ആയിഷ ബീവിയെ ചൂണ്ടിക്കാണിച്ച് ആയിഷ ബീവി പറയാണ്, മോള് പറഞ്ഞിട്ടും കേൾക്കാതെ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് ഇച്ചിരിയും കൂടെ ഹുബ്ബ് കൂടി. അവര് പറഞ്ഞില്ല ഫാത്തിമ, നീ പറഞ്ഞാലേ വാപ്പ കേൾക്കൂ, ഇനി ഞാൻ പോകുന്ന പ്രശ്നമില്ല. എല്ലാ ഭാര്യമാരും വിട്ടുകൊടുത്തില്ല. അവര് പറഞ്ഞു, സൈനബേ നീ പോയി പറയേ. കാരണം ആയിഷ ബീവിയോടൊത്ത് സൗന്ദര്യത്തില് ഒരേപോലെ നിൽക്കുന്ന പെണ്ണാണ് സൈനബ്. സൈനബ് ബീവിയെ പറഞ്ഞു വിട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സൈനബ് ബീവി നല്ല പെണ്ണാ, ധാരാളം ഖുർആൻ ഓതും ദിക്റ് ചൊല്ലും. പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, വലാകിൻ ഹിദ്ദ, ഒരു മുൻകോപം കൂടുതലാണ്. സൈനബ് നല്ല പെണ്ണാണ്, നല്ല നോമ്പ് നിസ്കാരം ഒക്കെ ഉണ്ട്. പക്ഷേ വലാകിൻ ഹിദ്ദ, മുൻകോപം കൂടുതലാണ്. അങ്ങനെ ഒത്തിരി സൈനബുമാരി കൂട്ടത്തിലുണ്ടാവും. നിക്കാരോണ്ട് നോമ്പുണ്ടെല്ലാം ഉണ്ട്. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ തലശ്ശേരി ഒരു ഭാര്യയും ഭർത്താവും എതൊരു സീറ്റ് ഇരുന്നിട്ട് ഇവരിങ്ങനെ വർത്താനം പറഞ്ഞ് കൊഞ്ചി കുഴഞ്ഞ് തത്ത ഇരുന്നിട്ട് കൊഞ്ചണമാരി കൊഞ്ച. ഞാൻ അപ്പുറത്തെ സീറ്റ് ഇരിക്കുകയാണ്. പരമാവധി എന്ന് നോക്കിയാൽ എന്നാ വിചാരിക്കേണ്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ ലാഭകരില്ലാതെ അത് പറഞ്ഞു ആണ്ടിലൊരിക്കലും വെണ്ടാട്ടിയേക്കാണ് ഒരു മനുഷ്യരിക്കണമെന്നൊരു ബോധം വേണ്ട. അതുമില്ല. ഞാനിങ്ങനെ ആലോചിച്ച് പടപ്പം നമുക്ക് ഈ കുടുംബജീവിതം സത്യത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ പ്രസിഡന്റ് പൊക്കി ഒരു സ്ഥലം തിരക്ക് കൊണ്ട് വരാൻ പറ്റില്ല. എന്ത് തിരക്ക് മനുഷ്യന്മാരെ, സ്വന്തം മക്കളെ കാണാൻ പറ്റാത്ത തിരക്ക്, ഭാര്യയോടൊക്കെ അല്പനേരം ഇരിക്കാൻ പറ്റാത്ത തിരക്ക്, വലിയ വലിയ തിരക്ക് മേൽവിലാസം കിട്ടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്, നമ്മുടെ കുഞ്ഞിന്റെ കളിയും ചിരിയും, നമ്മുടെ മക്കളുടെ കുസൃതി, നമ്മുടെ ഭാര്യയോടൊക്കെ സമാധാനത്തോടെ പറയാൻ പറ്റാത്ത ചില പങ്കിടാൻ പറ്റാത്ത സമയം. അത് വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടം കൂടിയപ്പോഴാണ് ഞാൻ കത്തീവിലേക്ക് ഉപേക്ഷിച്ചിട്ട് ഒതുങ്ങിക്കൂടി. അതെന്നാ തിരിച്ച് ഇനി എന്നാ എന്റെ മോളിലെ കൊഞ്ചലും കുസൃതി ഞാൻ കാണാൻ. അവൾക്കിപ്പോ 10 വയസ്സായി. ഇവിടെ ഇറങ്ങാൻ നേരത്ത് ഒന്ന് പോകണ്ട. നമ്മുടെ മക്കളുടെ ഈ ഭാര്യയുടെ കൂടെ അല്പനേരമൊക്കെ ചെലവഴിക്കുക. നിങ്ങൾ ആ കടയിലെ മേശയുടെ വലിപ്പം ഒന്ന് പിടിപിടി. മിക്ക കച്ചവടക്കാർക്കും കുടുംബജീവിതമൊന്നുമില്ല. 8 മണിക്ക് പോകും, 12 മണിയാകുമ്പോൾ വരും. വന്നിട്ട് പിന്നെ ഈ ഉറക്കത്തിന് വിരൽ വെച്ചുണ്ട്. ആ മേശയുടെ വലിപ്പം പിടിപിടി. മരിക്കണേലും ഭാര്യ മക്കളെ കൂടെ ഒരിച്ചിരി കുടുംബജീവിതം. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടൂറൊക്കെ പോകണം. ഭാര്യയുടെ ആരുടെ കൂടെ പിന്നെ പോകുക? ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് 2-3 ദിവസം പോണ അവിടെ ചില പകയന്മാരാണ്. ഞാൻ പോകില്ല. എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഉള്ളിലുള്ള ഈ സാധനം ആർക്കാണ്? എനിക്ക് സ്നേഹം ഉസ്താദേ, പക്ഷെ അതെന്റെ ഉള്ളിലാണ്. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്നേഹം ആർക്ക് വേണം? മരിച്ചു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണാൻ പ്രകടിപ്പിക്കാനുള്ളതാണ്. ഹബീബായ നബി തങ്ങൾ ഇടയ്ക്ക് വിളിക്കും, യാ ആഷ്. ആയിഷ എന്ന് വിളിക്കില്ല. യാ ആഷ്, ആഷേ നീ എവിടെയാണ്? അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായിയെ വിളിക്കുന്നത് ആഷ് എന്നാണ്. അത് കേട്ടിട്ട് എത്ര പെണ്ണുങ്ങൾ കണ്ടാ വിളിക്കണത്, അവർ എത്ര വലിയ ആളുകളാണ്. എന്റെ ഹബീബ് ആയിഷ ബീബി ആഷ് എന്ന് വിളിക്കാറുണ്ട്. സമയമില്ല സഹോദര, അവസാനിപ്പിക്കുകയാണ്. ആ ദമ്പതികൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അവസാനം കോഴിക്കോട് ട്രെയിൻ നിർത്തി ഇറങ്ങാൻ നേരത്തെ പോയപ്പോൾ എന്നോട് ഉസ്താദേ ദുആ ചെയ്യണേ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഏതായാലും അല്ലാഹു റാഹത്താക്കട്ടെ. നിങ്ങളുടെ ആ ഒരു കുടുംബജീവിതം, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അത് കണ്ടപ്പോ
എനിക്ക് വലിയ സന്തോഷമുള്ള അവരുടെ സ്നേഹം നിറഞ്ഞിട്ട് തരട്ടെ. ആ ചെറുപ്പക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വണ്ടി നിർത്തി. ഇത് വന്ദേ ഭാരത് ആയതുകൊണ്ട് വാതിലടയും തുറക്കും. അതിൻ്റെ ഇടയിൽ ഈ പെണ്ണ് വെളിയിലോട്ട് ഇറങ്ങി. ഇയാൾ എൻ്റെ അടുത്ത് ഒരു ഉസ്താദെ കാര്യമായിട്ട് വായിച്ചു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എൻ്റെ പൊന്നുസ്താദെ, ഇതിന് ദേഷ്യം വന്ന പിന്നെ ഈ കാണുന്നല്ല. എന്നിട്ടാണ് ഇങ്ങനെ നോക്കുക, അത് കേട്ടാൽ എല്ലാം ഉസ്താദെ ദേഷ്യം വന്നാൽ തീർന്നു, എല്ലാം പോയി. പിന്നെ ഇത് തുടങ്ങിയാലോ ആ കല്യാണം കഴിക്കണം അന്ന് ഒരു കൂടെ 20 വർഷം കഴിഞ്ഞ വഴക്ക്. ഇത്രയും ഓർമ്മ, ലോകത്തെ ഏറ്റവും ഓർമ്മയുള്ള സഹോദരൻ. വഴക്ക് തുടങ്ങിയ 12 വർഷം മുമ്പ് എനിക്കെന്ന് തലവേദന വന്ന് തല പൊളിഞ്ഞു കിടക്കണം. ഇത്ര ഓർമ്മയുള്ള ഒരു സാധനം ഏറ്റവും മറവി അറിയാം. പെണ്ണുങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയും ഓർമ്മയുണ്ടാവില്ല. ആ സൈനബ് ബീവിക്ക് വരാത്ത ദേഷ്യമാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കടന്നു നിന്നു. ആയിഷ ബീവി കിടക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഇന്ന സുവാദക യുനാശിദനകൽ അബി ബിനതി ഇബ്നി അബി ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകന്റെ മകളോട് ആയിഷയോട് സ്നേഹമെത്തിരി കൂടുതലാണ്. അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിന് ഞങ്ങൾക്ക് പരാതിയുണ്ട് നബിയേ. ഹബീബായ നബി തങ്ങൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് സൈനബ് ബീവിയുടെ സ്വഭാവം അറിയാനായി. സൈനബ് ബീവി നല്ല കലിപ്പിലാണ്, കട്ടക്കലിപ്പിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. ചില സമയത്ത് മൗനമാണ് ഏറ്റവും വലിയ വജ്രായുധം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, പക്ഷേ ഹബീബായ നബി തങ്ങൾ ഒന്നും മിണ്ടാതിരുന്നപ്പോ എനിക്ക് പരിഭവം വന്നു. എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമ ബീവി പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തിരിച്ചു പറയാതിരുന്നത്, പൊന്നുമോളോട് എന്തെങ്കിലും പറഞ്ഞാല് വാപ്പാക്ക് ദേഷ്യമാകുമെന്നറിയാ. അതുകൊണ്ട് മോളായത് കൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. പക്ഷെ ഇത് സൈനബല്ലേ, എനിക്കും അവൾക്കും ഒരേ അവകാശമല്ലേ. എന്നാൽ റസൂലുള്ള മിണ്ടുന്നുമില്ല. പലപ്പോഴും ഭാര്യമാര് പറയാറില്ലേ, അവര് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ മിണുങ്ങിയിരുന്നതല്ല, മിണ്ടാത്തതല്ല. മറുപടി പറയണ്ടേ, പറയേണ്ടടത്തെ മറുപടി പറയാവൂ എന്ന് മുത്തു റസൂല് പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അങ്ങ് തിരിച്ചു പറഞ്ഞു, സൈനബേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അവകാശം എനിക്കുമില്ലേ. പിന്നെന്തിനാ നീ പറയുന്നത്? സൈനബ് ബീവി വിട്ടുകൊടുത്തില്ല. അതെന്താ, എനിക്കായാലെന്താ? രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കമായി. രണ്ടുപേരും തമ്മിലുള്ള വാക്ക് തർക്ക ശക്തിയായി മുമ്പോട്ട് പോയി. അവരെ രണ്ടുപേരും ആ പെണ്ണും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തോരവസ്ഥയാണ്. രണ്ട് ഭാര്യമാര് വാക്കുകൊണ്ട് ഏറ്റുമുട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടാതെ നടുക്കിങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി നിസ്സഹായനായിട്ടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബ ജീവിതത്തിന്റെ അടിത്തറയുടെ പാഠം പഠിപ്പിക്കാൻ. പെണ്ണും തമ്മിൽ വഴക്കുണ്ടായാൽ, ആണും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പോലെയല്ല. ആണുങ്ങളെ വഴക്കുണ്ടായാൽ ഒരടിയിൽ തന്നെ അവസാനിക്കും. പെണ്ണാണെങ്കിലോ അതിങ്ങനെ നീണ്ടുപോകും. അല്ലെങ്കിൽ മോയി കുട്ടി വൈദ്യര് പറഞ്ഞതുപോലെ അവസാനിക്കണം. പിടിവിട്ട് സിന്നും പറിത്താരോ അത് താലിയും മലേ മറുത്താരോ. രണ്ടാളെ താലിമാര പൊട്ടണം, അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പല്ലൊടിയണം. ഈ സഹോദരിമാരെ, നമ്മുടെ ഈ റമദാന്റെ അവസാനത്തെ രാത്രിയിൽ പകലിലൊരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് പള്ളിക്ക് വേണ്ടി ചെയ്യാൻ. നിങ്ങളിത് സദഖ ചെയ്യണേ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സൈനബേ പറഞ്ഞു തീർന്നോ? ആ നബിയെ പറഞ്ഞു തീർന്നു. സൈനബേ, നിനക്ക് മതിയായോ? എനിക്കും മതിയായി നബിയെ. ഹബീബായ നബി ഞങ്ങളെ സൈനബ് ബീവിയോട് പറഞ്ഞു, സൈനബേ, നിങ്ങൾ പറഞ്ഞ പരാതി സത്യമാണ്. ആയിഷ ബീവിയോട് നിങ്ങളെക്കാൾ സ്നേഹം എനിക്ക് അല്പം കൂടുതലാണ്. അതവള് ചെറുപ്പമായതുകൊണ്ടല്ല, അവള് കന്യകയായതുകൊണ്ടല്ല, ആയിഷയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, തന്റെ കൂടെ പുതപ്പിന്റെ
അടിയിൽ കിടക്കുന്ന ആയിഷ, പാതി മറിച്ച പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന ആയിഷ ബീവിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഇതാരാണ് ഈ കിടക്കുന്നതെന്നറിയോ? ഫൈനഹാ ബിന്തു സിദ്ദീഖ്, ഇതെന്റെ സിദ്ദീഖിന്റെ മോളാ, ഇതെന്റെ സിദ്ദീഖിന്റെ മോളാ. എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചപ്പോ എന്നെ ചേർത്ത് പിടിച്ചെന്റെ അബൂബക്കർ സിദ്ദീഖ്, എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ താങ്ങി നിർത്തിയ അബൂബക്കർ സിദ്ദീഖ്, എല്ലാവരും മടിച്ചു നിന്നപ്പോ തന്റെ മോളെ എനിക്ക് കെട്ടിച്ചു തന്ന എന്റെ ജീവിതത്തിൽ ഒരു ആശയും പ്രതീക്ഷയും നിന്ന എന്റെ സിദ്ദീഖിന്റെ മോളാണ്. അവളുടെ വാപ്പയോടുള്ള സ്നേഹമാണ് അവളോട് കാണിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ പെങ്ങളെ മാത്രമല്ല, സമയമില്ലാഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞത് പ്രസംഗം ഏകപക്ഷീയമാകാതിരിക്കാനാണ്. നിന്റെ ഭാര്യയുടെ ഉപ്പയെ, ഭാര്യയുടെ ഉമ്മയെ, അവളുടെ കുടുംബത്തെയും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഒന്നുമില്ലാത്ത സമയത്തൊരു കച്ചവടം തുടങ്ങി നിനക്കിന്ന് പൈസ തന്നെങ്കിൽ ആ വാപ്പ പൊരുവയിലത്ത് വേർപ്പൊലിച്ചിട്ടുണ്ടാക്കിയ സ്വർണം മോൾക്കിട്ട് കൊടുത്തത്, അത് വിറ്റിട്ടാണ് നീ ആദ്യത്തെ വണ്ടി വാങ്ങിയത്, അത് വിറ്റിട്ടാണ് നീ കച്ചവടം തുടങ്ങിയത്. നിന്റെ ഉയർച്ചയിൽ നിന്റെ ഭാര്യയുടെ പിതാവിന്റെ പാവപ്പെട്ട ആ സാധുവിന് പങ്കുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ഇരുഭാഗത്ത് നിന്ന് കൂട്ടി നിർത്തണേ, അല്ലാത്തവർക്ക് നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരി, സ്വർഗത്തിലേക്ക് എത്തണം. അല്ലാഹു സ്വർഗം തരട്ടെ. അല്ലാഹു സ്വർഗം തരട്ടെ. ആഗ്രഹിച്ചു ഇന്ന് നരകത്തിന്റെ പേര് വിട്ടു, സ്വർഗത്തിന്റെ പേരാവും. അല്ലാഹു നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ, നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ. എന്താ പറയാ, ഞങ്ങൾക്ക് സ്വർഗം തരണേ റബ്ബേ. തെറ്റ് ചെയ്തിട്ട് നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ ഹബീബായ നബി എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആ സ്വർഗത്തിലൂടെ എപ്പോൾ മരിച്ചാലും സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു വിവാഹത്തിന്റെ വാർഷിക ദിവസത്തിൽ ഭർത്താവ് കൊടുത്ത വിവാഹത്തിന്റെ പട്ടുസാരി കൊടുത്തൊരു ഭാര്യ കല്യാണത്തിന് പോയി. വിവാഹ വാർഷിക ദിവസം കല്യാണ സാരി ഉടുത്തിട്ട് അടുത്ത കല്യാണത്തിന് പോകലൊരു ഹോബിയാണ്. ആ സമയത്ത് ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആരോ പറഞ്ഞു, പെണ്ണേ നിന്റെ ഭർത്താവ് വഫാത്തായി. ഓടി വന്ന് വീടിന്റെ ഉമ്മറപ്പടിയിൽ തണുത്തുറഞ്ഞു നിൽക്കുന്ന ഭർത്താവിന്റെ ശരീരത്തിൽ മുത്തം കൊടുത്ത് അവസാനം മയ്യത്തെടുക്കുന്ന നേരത്ത്, എടുക്കല്ലേ എന്റെ ഭർത്താവിന് ഒരു ചുടുചുംബനം ഞാൻ കൊടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവളെ ജീവിതത്തിന്റെ കൂട്ടാളിയുടെ തണുത്തുറഞ്ഞ മുഖത്ത് മുത്തം കൊടുക്കുമ്പോ ആ ഭർത്താവിന്റെ മൂഹ് പാടുന്നതായി കവി പറയുകയാണ്. ഉസ്ന ശാദീക്ക് ചൂടേ പഹങ്കർ സുർജുമാതാകെ മേരി കഫൻ കോ ഉസീ ദിൻ സെ ജന്നത്ത് കെ ഹൂറേ ഉച്ചേ ധൂലാ ബനായേ ഹുയേ തേ. പൊട്ടിപ്പെണ്ണേ, നീ കല്യാണ സാരി ഉടുത്തിട്ട് എനിക്ക് മുത്തം തരുന്നുവോ? മരിച്ചുപോയ എന്നെയും കാത്തു സ്വർഗത്തിന്റെ മലക്കുകൾ മുത്തം തരാൻ കാത്തു നിൽക്കുമ്പോ എന്നെ നിങ്ങളൊന്ന് കബറടക്ക്, ഞാൻ സ്വർഗത്തിന്റെ മാലാഖമാരെ കാണട്ടെ. മരിക്കാൻ കൊതിയാവുക, മരിക്കുന്ന നേരത്ത് മലക്കുകളെ കാണുക. റൂഹ് പടയുന്ന നേരത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. മരിക്കുന്ന നേരത്ത് നന്നായി മരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്ങനെ മരിച്ചെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ അനീസ് സാഹിബ് പറഞ്ഞതുപോലെ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഈ ദീനിന്റെ സ്ഥാപനം 300ഓളം ഹാഫിദുകൾ പഠിക്കുന്നുണ്ട്. എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച അസറിന് ശേഷം ഈ ഹാഫിദുകൾ 100 ഖത്മുൽ ഖുർആൻ ഓതി, അസ്മാഉൽ ഹുസ്ന ഓതി, സലാത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ നടക്കാറുണ്ട്. അവിടെ 6666 നിയത്താക്കുന്നവരുണ്ട്. സ്വന്നാപനം തരുന്ന സഹോദരിമാരുണ്ട്. ധാരാളം ആളുകൾ 300 ഹാഫിദുകളിരുന്ന് ഖുർആൻ ഓതി ദുആ ചെയ്യലല്ലേ. മക്കളില്ലാത്ത എത്ര പേർ, ക്യാൻസർ മാറിയ എത്ര പേർ, 20 വർഷം മക്കളില്ലാത്ത
ഇല്ലാത്തവര് പോലും ആ സദസ്സിൽ പങ്കെടുത്ത റബ്ബ് അവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച ശേഷം എവിടെയായിരുന്നാലും ആ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ഈ വിനീതനെത്താറുണ്ട്. കഴിഞ്ഞ മാസം, അതായത് മാർച്ച് മാസം അവസാനത്ത് ജൽസത്തുൽ ഖുർആനിന് നേതൃത്വം കൊടുക്കാൻ വിനീതൻ വരവേ എന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആദിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മ അവര് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ഷെഹന എന്നാണ് പേര്. അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ല. അവിടെ ദുആ ചെയ്ത് ധാരാളം പേർക്ക് കിട്ടിയ കഥകൾ അവളോട് പലരും പറയാറുണ്ട്. ഷെഹനക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, ഒരു കുഞ്ഞിനെ കിട്ടാൻ. മരിക്കുന്ന നേരത്ത് ഉമ്മാന്റെ മുമ്പിൽ നിന്ന് ദുആ ചെയ്യാൻ ഒരു പൊന്നുമോനെ. അത് കേട്ടിട്ടാണെന്ന് സദസ്സിന് കയറുക. സഹോദര സഹോദരി, അന്ന് ദുആ ചെയ്തപ്പോ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ച് വിനീതൻ കാര്യമായി ദുആ ചെയ്തു. ഹാഫിളീങ്ങളാമീൻ പറഞ്ഞു. ശേഷം ഞാൻ തൃശ്ശൂർ ജില്ലാ KMCC UAE ഷാർജയിൽ പരിപാടിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പിറ്റേ ദിവസം ഞാൻ കുടുംബസമേതം UAE പോയി. ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോ രാവിലെ എന്റെ മൊബൈലിന്റെ വാട്സാപ്പിൽ അനസ്മോലയുടെ മെസ്സേജ് ഉണ്ട്, ഉസ്താദേ ദുആ ചെയ്യണേ. എന്തേന്ന് ചോദിക്കുമ്പോ കഴിഞ്ഞ ജൽസത്തുൽ ഖുർആനിന് കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വന്ന ആ പ്രിയപ്പെട്ട ശഹനം മരണപ്പെട്ടു പോയി. അവൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഈ കരുനാഗപ്പള്ളിയിൽ ആദ്യമായോ അവസാനമായോ നമ്മൾ കാണുമ്പോ പെങ്ങളെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് പടച്ച തമ്പുരാനാണ്. ആ സഹന അതിനുശേഷം അവളെ നേരെ അവിടെ നിന്ന് മദീനയിലേക്ക് പോയി. ആ മദീനയിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കുബ്ബയുടെ താഴെ ചെന്ന് അവിടെ ആ റൗദയിൽ ചെന്ന് ഹബീബിനോട് സലാം പറഞ്ഞു കിടക്കുമ്പോ അന്ന് രാത്രി ഉറക്കത്തില് ഷഹന അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നു. രാത്രിയിലെ ഉറക്കത്തില് ഇവിടെ നിന്ന് വിളിപ്പാടകലെ ഓച്ചിറക്കെടുത്ത് ക്ലാപ്പനയിൽ താമസിക്കുന്ന ഷഹന എന്ന സഹോദരി അന്ന് രാത്രിയിലെ വെള്ളക്കനവിന് വിരുന്നു വന്നത് ലോകത്തിന്റെ സുഗന്ധം നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. രാവിലെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്നലെ രാത്രി ഞാൻ എന്റെ ഹബീബിനെ കണ്ടു. ഉമ്മ എനിക്ക് ആ റൗളയിൽ പോയിരിക്കണം. പിന്നെ സഹനം നേരെ പോയത് റൗളയിലേക്ക് ഹബീബിന്റെ മുമ്പിൽ പോയി സ്വലാത്തുകൾ ചൊല്ലി. ഇന്നലെ കിനാവിൽ കണ്ട ഹബീബിനോട് അവൾ നേരിട്ടിരുന്ന് സലാം ചൊല്ലി. അന്ന് വൈകുന്നേരം നേരെ ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് പോയി. അന്ന് രാത്രിയിലെ ശഹനയെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. മദീനയിൽ ഒച്ചിറയിലല്ല, ക്ലാപ്പനയിലല്ല. ഞാൻ ഈ പറയുന്നത് സാങ്കല്പിക കഥയല്ല, നിങ്ങളുടെ വെളിപ്പാടുകളെ സഹോദരാ. അന്നവിടെ ആ ഒച്ചിറയിലെ ക്ലാപ്പനയിലെ ജനിച്ച ശഹന എന്ന 33 വയസ്സുകാരിയെ കബറടക്കിയത് ഒച്ചിറയിലെ ക്ലാപ്പനയിലുമല്ല, ഹബീബിന്റെ ഭാര്യമാരെ കബറടക്കപ്പെട്ട ജന്നത്തുൽ ബഖീല. മദീനയിലെ മയ്യത്ത് നിസ്കരിക്കാൻ വെക്കുമ്പോ ആ മദീനയിലെ 10,000 ആ പെണ്ണിന്റെ മയ്യത്ത് നിസ്കരിച്ചു. ജന്നത്തുൽ ബഖീലിന്റെ കുഴിമാടത്തിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ ആ സമയത്താണ് ഇറാനിയായ ഒരു ദമ്പതികൾക്ക് ജനിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. ആ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവരുന്നു. അവിടത്തെ പതിവനുസരിച്ച് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി വേറെ കബറ് കുടിക്കാറില്ല. ആ കുഞ്ഞിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ക്ലാപ്പനക്കാരി ശഹനയുടെ മയ്യത്തിലേക്ക് ചേർത്ത് വെച്ച് ഒരു ഉമ്മയും കുഞ്ഞും ഒന്നിച്ച് മാറത്ത് കിടന്നുറങ്ങുന്നത് പോലെ ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ചിട്ട് ദുനിയാവിന് കിട്ടിയില്ല. പക്ഷേ പടച്ചവൻ സാധിച്ച ആഗ്രഹം പോലെ മദീന റൗളയിൽ കിടന്ന് മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ വിട പറഞ്ഞു. പ്രിയപ്പെട്ട ശഹന സഹോദരങ്ങളെ, ആഗ്രഹങ്ങൾ ദുനിയാവിലല്ല, തീർത്തു തരുന്നത് പടച്ചവനാണ്. റബ്ബിലേക്ക് മടങ്ങ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജുമ കഴിഞ്ഞ് ഞാൻ നേരെ പോയത്. ഇവിടെ നിന്ന് നേരെ എന്റെ കൂടെ മനാഫുണ്ട്, നമ്മുടെ കമ്മിറ്റി മെമ്പർ ആസാദുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ശഹനയുടെ ഭർത്താവ് ഷമീറിനെ വിളിച്ചു, ഉസ്താദേ ഒന്ന് ശഹനയുടെ വീട്ടിൽ വരുവോ? ഉസ്താദിന്റെ പ്രസംഗം എപ്പോഴും കേൾക്കുകയും വലിയ ഇട്ടുമുള്ള പെണ്ണായിരുന്നു എന്റെ ഭാര്യ. ആ വീട്ടിൽ പോയി നിൽക്കുമ്പോ ഭർത്താവ് ഷമീർ പറയുന്നു, ഉസ്താദേ എന്റെ ഭാര്യയെ പോലും പെണ്ണിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല.
അവള് മേക്കപ്പ് ഇതേവരെ ഇട്ടിട്ടില്ല. ഏത് സമയത്തും സ്വലാത്തോട് സ്വലാത്താണ്, ഖുർആൻ ഓതലാണ്. ഓതാത്ത എന്നെ പോലും ഇരുത്തിയവള് പഠിപ്പിച്ചിട്ട് എന്നെയും ആ വഴിയിലേക്ക് കൊണ്ടുപോയി. എവിടെ പോയാലും ഒറ്റപ്പറച്ചിലേ ഉള്ളൂ, മദീന 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 മദീന. ആ മദീനയിൽ അവളുടെ ആഗ്രഹം പൂവണിഞ്ഞു. സഹോദരാ, എപ്പോ മരിച്ചാൽ സ്വർഗ്ഗത്തിൽ നിന്ന് മരിക്കാൻ, റബ്ബിലേക്ക് നടക്കാൻ, അല്ലാഹു അവരിലേക്ക് തിരിച്ചു മടക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പലതും ആഗ്രഹിക്കും. പടച്ചോൻ വേറെ നടന്നു, എന്റെ മക്കളെ കണ്ട് എന്റെ മക്കളുടെ കൂടെ മരിക്കണമൊക്കെ തോന്നുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്താൻ സാധിക്കാൻ ശ്രമിക്കാൻ. കോട്ടയത്തൊരു ലൂക്കോസ് കഴുത്തറുത്ത് മരിച്ചു. ലൂക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ കോട്ടയത്ത് കഴുത്തറുത്ത് മരിച്ചു. ഒരാൾ ആത്മഹത്യ ചെയ്തത് വിഷം കുടിച്ചിട്ടില്ല, പിച്ചാത്തി കൊണ്ട് കഴുത്തറുത്തു. മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ട് ഒരാൾ കഴുത്തറത്താൽ വേദന എടുക്കുമ്പോൾ പിച്ചാത്തി വലിക്കും. ലൂക്കോസ് വലിച്ചില്ല. ആ പിതാവിന് അത്രമേൽ ദുഃഖം ഹൃദയത്തോട്. അവസാനം മരിച്ചു. അയാളും ഭാര്യയും ആ ഇടവകയിലെ മാതൃകാ ദമ്പതികൾ. എല്ലാരും അത്ഭുതപ്പെട്ടു. ലൂക്കോസ് എന്തിനു മരിച്ചു? 2 മക്കളെ, 2 പേര് ഓസ്ട്രേലിയയിൽ. അത്യാവശ്യം മരിച്ചു കിടക്കുന്ന ലൂക്കോസിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടുത്തെ മുൻ വികാരി, ഇവിടുത്തെ പണ്ടത്തെ ഇമാമെന്ന് പറഞ്ഞ മുൻ വികാരി ഫാദർ സജി പനത്താനം. എല്ലാവരും നോക്കി നിൽക്കാൻ അദ്ദേഹം പറഞ്ഞു, ഈ ലൂക്കോസ് മരിച്ചു. എന്തിനാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ലെങ്കിൽ ഈ ലൂക്കോസിന്റെ ജീവിതം വെളിയിൽ സന്തോഷമായിരുന്നെങ്കിലും അയാൾ സംതൃപ്തനായിരുന്നു. മരിക്കുന്നതിനും എന്നെ കാണാമെന്ന് എന്നിട്ട് പറഞ്ഞ, അച്ഛൻ ഞാൻ മരിക്കാൻ പോയി. എന്താ ലൂക്കോസേ? ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് എന്റെ മക്കളെ പഠിപ്പിച്ചു. അവരിപ്പോ ഓസ്ട്രേലിയയിൽ വലിയ ശമ്പളത്തിലാണ്. അച്ഛൻ എനിക്ക് ഒറ്റ ആഗ്രഹമില്ല. എന്താണ്? എന്റെ മക്കൾ എന്നെ അച്ഛ എന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി. എനിക്ക് എന്റെ മക്കൾ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് മരിക്കണം. എന്റെ ഉമ്മമാരെ ഉപ്പമാരെ അച്ഛ എന്ന് വിളിക്കുന്നത് മകളുടെ വായിൽ നിന്ന് കേൾക്കാൻ കൊതിച്ചിട്ട് അത് നടക്കാതെ സമ്പത്തുള്ള ഒരു പിതാവ് കഴുത്തറത്ത് മരിച്ച നാടാണ് നമ്മുടെ നാട്. നമ്മുടെ മക്കളെ എല്ലാം പഠിപ്പിക്കുന്നത് കൂടെ ഖുർആൻ പഠിപ്പിക്കും, ദീനീ ബോധം പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ദീനീ ബോധത്തോടെ പഠിപ്പിക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أرحم الرحيماയ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സകല പാപങ്ങളും ഈ റമളാന്റെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദുആയ നീ ഒരു നസുഹായ തൗബയായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനേ. അങ്ങകരത്തെ ഈ ഖബർസ്ഥാനിൽ അതിലുപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട് റബ്ബേ. 6 മണിയിലേക്ക് പോയ അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. ഈ റമളാന്റെ ബറക്കത്ത് കൊണ്ട്, അവസാനത്തെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അവര് പാവങ്ങളാണ് റബ്ബേ, അവര് സാധുക്കളാണ് റബ്ബേ, അവര് പാവങ്ങളാണ് റബ്ബേ, സാധുക്കളാണ് റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, അവരെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, അവരെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, അവരെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നവരാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ, ഒരു നേരം ഞങ്ങൾക്ക് വയറ് നിറച്ചു തരാൻ 3 നേരം പട്ടിണി കിടന്ന ഉമ്മയാണ് റബ്ബേ, ഉപ്പയാണ് റബ്ബേ. ഒന്നും ഞങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. റഹ്മാനായ റബ്ബേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. അവരുടെ കാലുകളെ ശോഷിച്ചത്, അവരുടെ നടുവിലെ വേദന വന്നത്, അവര് നിരോഗികളായത് ഞങ്ങളെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ് റബ്ബേ.
മോനെ വേദന സഹിക്കില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൽബ് പൊട്ടിപ്പോണോ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അവര് സഹിച്ച കഷ്ടപ്പാടുകളുടെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നും പകരമാവില്ല റബ്ബേ. നീ അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, സാലിഹീങ്ങളാക്കണേ അല്ലാ, സൽസ്വഭാവികളാക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന പൊന്നുമക്കളാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങള് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ആ മക്കള് കാരണത്താല് കണ്ണ് നിറയേണ്ടൊരവസ്ഥയിൽ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ മക്കളാണ്. എന്തൊക്കെ സങ്കടം വന്നാലും എന്റെ പൊന്നുമക്കൾ വളർന്നു വന്നാൽ എനിക്കൊരാശ്രയമാകുമെന്ന് കരുതി സാധനങ്ങൾ ആ പൊന്നുമക്കളെ വളർത്തുമ്പോ റബ്ബേ, അവർക്ക് സങ്കടം നൽകുന്ന മക്കളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ലഹരിയിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കുന്ന പൊന്നുമക്കളാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, അവരെങ്ങാനും വഴിതെറ്റിപ്പോയാൽ ഞങ്ങളറിയില്ല. നീ നിന്റെ മലക്കുകളെ കൊണ്ട് ഞങ്ങൾക്ക് അവരെ തിരിച്ചു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ ലോകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ ശരീരം കീറിമുറിക്കുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് എന്തു വന്നാലും ഞങ്ങൾ സഹിക്കും. ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിൽ ഒരു മുള്ളു കൊണ്ടാലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മക്കളെ നീ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹു. 1.5 വയസ്സുള്ള പൊന്നുമോൾ അമാശയത്തിൽ ക്യാൻസർ വന്ന് വാക്കവീ വാചകനെ എന്ന് പറയണ ഒരു ഉമ്മയുണ്ട്. ആ പൊന്നുമോൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ ആരോഗ്യത്തോടെ നൽകണേ അല്ലാ. അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഇന്നലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഒരു ചെറിയ ബൈക്കിൽ പോയ ഒരച്ഛനും അമ്മയും കുഞ്ഞുമോനും ഒരു സൈക്കിൾ യാത്രക്കാരൻ രക്ഷിക്കാനൊന്ന് ബാലൻസ് വിട്ടപ്പോ നേരെ തെറിച്ച് ദേശീയപാതയിലേക്ക് പുറകെ വന്ന ടാങ്കർ ലോറി 3 പേരുടെയും ശരീരത്തിലൂടെ കയറിയിറങ്ങി പുറത്ത്. വൈകുന്നേരം ആദ്യം അച്ഛൻ പോയി, പിന്നെ മകൻ പോയി, ഇന്നലെ രാത്രിയിൽ അമ്മയും പോയി. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു കുടുംബം മുഴുവനും പോയി. റബ്ബേ, ഞങ്ങളിൽ ആ പകലില്ലാതെ യാത്ര ചെയ്യുന്നവരാണ്. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കള് ബൈക്കിൽ പോകുമ്പോ, സൈക്കിളിൽ പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ ഞങ്ങളുടെ നെഞ്ചിൽ തീയാണ് റബ്ബേ. നീ അവരെ കാത്തോളണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹു. കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. ഈ ആമീൻ പറയുന്നവരിൽ കടം കൊണ്ട് വലയുന്നവർ അത് വീടാനൊരു ഹലാലായ വഴി തുറന്നു കൊടുക്കണേ. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, ഈ പൊരിവെയിലത്ത് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്. റബ്ബേ, നീ കരകയറ്റണേ അല്ലാ. ലക്ഷങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർ പല കണക്കുകൂട്ടലിലാണ്. കണക്കുകൂട്ടലൊന്ന് തെറ്റിയാൽ കഷ്ടനഷ്ടങ്ങളാകും റബ്ബേ. നീ എല്ലാവിധ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന തകർച്ചയിൽ നിന്ന് ആ സാധുക്കളെ കാക്കണേ റഹ്മാൻ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ദുനിയാവിൽ ഞങ്ങൾക്ക് താങ്ങായി തണലായി ഞങ്ങളുടെ മക്കളെ പ്രസവിച്ച് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പാവപ്പെട്ട ഭാര്യമാർ നീ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. എല്ലാ സങ്കടത്തിലും ദുരിതത്തിലും പട്ടിണിയിലും ഇന്ന് നീ തന്ന അനുഗ്രഹത്തിലും കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവൾ നീ അവൾക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ. ആരോഗ്യം നൽകണേ റബ്ബേ. ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഭാര്യയ്ക്ക് സുഖമില്ല, ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പ്രത്യേകം പറഞ്ഞവരുണ്ട്. ആ ഭാര്യമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാഹു. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിന്ന് സ്വർഗത്തിലെത്തുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണം. നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين.